വെൽക്കം ബാക്ക് ടു OP 9.0. അപ്പൊ നമുക്ക് ഇന്ന് ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ 8th സെഷൻ ആണ് വരുന്നത്. അപ്പം ഇന്നത്തെ ഒരു സെഷനിൽ നമ്മുടെ ഡിസ്കഷൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഫ്യൂച്ചർ ബ്ലൂ പ്രിന്റ്, കരിയർ പ്ലാനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു ഏരിയ ആണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മുടെ ലേണേഴ്സ് ഒക്കെ BCA അല്ലെങ്കിൽ MCA കോഴ്സിന് ലേൺ വൈസിൽ ജോയിൻ ചെയ്ത് അവരുടെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഈ ഒരു കോഴ്സിനോടൊപ്പം നമ്മളുടെ ആ ഒരു കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള നന്നായിട്ട് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നമ്മളുടെ ആ ഒരു BCA അല്ലെങ്കിൽ MCA കോഴ്സ് ചെയ്യുന്നതിനോടൊപ്പം നമ്മളുടെ ആ ഒരു കരിയർ പ്ലാനിങ് എങ്ങനെയായിരിക്കണം, ഓക്കെ, നമ്മൾ ഏതൊക്കെ മേഖലകളിൽ നമ്മുടെ സ്കിൽസ് ഏതൊക്കെ ഏരിയയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യണം, അപ്പം ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മളോട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട അഡ്വൈസ് ഒക്കെ തരാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത് നാസിം സർ ആണ്. സർ MCA ഗ്രാജുവേറ്റ് ആണ് ഫ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അതോടൊപ്പം സാർ വർക്ക് ചെയ്യുന്നത് ഡിസൈൻ ലീഡായിട്ടാണ്. എർമിനോ ടെക്നോളജീസിൽ ഡിസൈൻ ലീഡായിട്ട് വർക്ക് ചെയ്യാണ് സാറ്. അപ്പം സാറ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസും നമ്മളുടെ ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ മേഖലകളിൽ നമുക്ക് എക്സൽ ചെയ്ത് നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാൻ നമ്മളോടൊപ്പം ഇന്ന് സാർ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ജയ്ഷ മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നസ്രീൻ മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. അതോടൊപ്പം ലേണേഴ്സിനെ ഓരോരുത്തരെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മളോട് കരിയർ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടും അതുപോലെ സ്കിൽ എൻഹാൻസ്മെന്റിനെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്യാൻ നാസിം സാർ എത്തിയിട്ടുണ്ട്. സാറിനെ നമുക്ക് ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. സാർ നമ്മളോട് ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഓവർ ടു യു സർ. അപ്പം മാഡം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലേൺ വൈസിന്റെ ഓറിയന്റേഷൻ പ്രോഗ്രാമിനാണുള്ളത്. ഞാൻ മുന്നേ ലേൺ വൈസിൽ ഒരു ഫാക്കൽറ്റി ആയിരുന്നു. പിന്നെ ഞാൻ IT ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ പോയി. ഏതായാലും വീണ്ടും തിരിച്ച് ലേൺ വൈസിലേക്ക് തന്നെ വന്നതിൽ സന്തോഷമുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെഷൻ 8 ആണെന്ന് പറഞ്ഞു, ഫ്യൂച്ചർ ബ്ലൂ പ്രിന്റ് കരിയർ പ്ലാനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്. ഇപ്പോൾ പലർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ്, ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസും ആഡൊക്കെ കാണാൻ മതി. എന്തിനാണ് ഒരു ഡിഗ്രി IT മേഖലയിൽ തിളങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹൈ സ്കിൽ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്, ലക്ഷങ്ങൾ സാലറി വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഡിഗ്രിയുടെ ആവശ്യമുണ്ടോ, ഗ്രാജുവേഷൻ്റെ ആവശ്യമുണ്ടോ, ഡയറക്റ്റ് +2 കഴിഞ്ഞിട്ട് നേരിട്ടിട്ട് ഏതെങ്കിലും ഒരു സ്കിൽ ഓറിയന്റഡ് കോഴ്സ് ചെയ്തിട്ട് ഡയറക്റ്റ് പോയാൽ പോരെ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നതാണ്. ആക്ച്വലി ഒരു വശത്തുനിന്ന് നോക്കുകയാണെങ്കിൽ അത് ശരിയായിരിക്കാം, സ്കിൽ ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പോകാം. പക്ഷെ അതിൻ്റെ നമ്മുടെ ഗ്രോത്തിന്, ഒരു കരിയർ ഗ്രോത്തിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാം. നമ്മുടെ കൂടെയൊക്കെ അങ്ങനെ ഒരുപാട് പേര് സ്കിൽ ഓറിയന്റഡ് കോഴ്സുകൾ കഴിഞ്ഞിട്ടും സെൽഫ് ടോട്ട് ആയിട്ട്, കൊറോണയുടെ സമയത്ത് സെൽഫ് ടോട്ട് ആയിട്ടൊക്കെ വന്ന പലരും ഉണ്ട്. പക്ഷെ അവർ എന്താണോ പഠിച്ചിട്ടുള്ള സ്കിൽ അതിൽ എക്സൽ ആയിരിക്കും, പക്ഷെ അവർക്ക് വേറെ ഒരു ഡൈവേർഷൻ മിക്കപ്പോഴും പോസിബിൾ ആയിരിക്കില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കമ്പനി വർക്ക് ചെയ്യാണ്. ആ കമ്പനിയിലൊക്കെ എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഒരുപാട് ടീം ഉണ്ടാവും. അപ്പം ഈ ടീം തമ്മിലുള്ള ഒരു കൊളാബറേഷനിൽ കൂടെയാണ് ഒരു കമ്പനി മുന്നോട്ട് പോകുക. നമ്മൾ എന്തിലാണോ വർക്ക് ചെയ്യുന്നത് അതിനെ പറ്റി മാത്രം നമുക്ക് ധാരണ ഉള്ളെങ്കിൽ നമ്മൾ പലപ്പോഴും സ്റ്റക്കായി പോകും. പിന്നെ നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പിന്നെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതേ സമയത്ത് ഒരു ഗ്രാജുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ടെക് സ്റ്റാക്കിൽ, അതല്ലെങ്കിൽ ഒരുപാട് ടെക്നോളജിയിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ണോടിച്ചിട്ടായിരിക്കും പോവുക. ഇപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ BCA കോഴ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ടെക്നോളജീസ് നമ്മൾ പഠിക്കാനുണ്ടാവും, എമേർജിംഗ് ആയിട്ടുള്ളതും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളതും, അതേപോലെ തന്നെ തിയറിറ്റിക്കൽ ആയിട്ടുള്ളതും ഒരുപാട് ടെക്കുകൾ നമ്മൾ പഠിക്കുന്നുണ്ടാവും. അതിൽ പെട്ടതാണ് നമുക്ക് പലർക്കും ഇഷ്ടപ്പെട്ടത് പ്രോഗ്രാമിംഗ് ആണെങ്കിൽ, ഇഷ്ടമില്ലാത്ത നെറ്റ്വർക്കിംഗ് നമ്മൾ പഠിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ലാംഗ്വേജസ് പഠിക്കാനുണ്ടാവും. സോ ഇതൊക്കെ പഠിക്കുന്ന എന്തിനാ വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇതെല്ലാം ഉപകാരമാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു നെറ്റ്വർക്കിംഗ്. അതേ സമയത്ത് ആ നെറ്റ്വർക്കിംഗ് വെച്ചിട്ടുള്ള സൈബർ സെക്യൂരിറ്റിയും അതിലൂടെയുള്ള ഒരുപാട് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങളും ഇപ്പോൾ എൻ്റെ ജോബിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്.
കാരണം അന്ന് നമുക്ക് ഇഷ്ടമല്ലെങ്കിലും അന്ന് എന്തോ കേട്ടൊരു ഓർമ്മയാണ് ഇപ്പൊ പല കാര്യങ്ങളും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഒരു ഗ്രാജുവേഷനിൽ കൂടെ, ഗ്രാജുവേഷൻ എന്ന് പറയാൻ എല്ലാവർക്കും അറിയാലോ, നമ്മൾ ഒരു ഒരൊറ്റ സബ്ജക്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് ഫോക്കസ് ചെയ്തിട്ടല്ല പോകുക. മൾട്ടിപ്പിൾ സബ്ജക്റ്റുകൾ ഉണ്ടാവും, അതേപോലെ മൾട്ടിപ്പിൾ ടെക്സ്റ്റ് സ്റ്റാക്കുകൾ ഉണ്ടാവും. അതെല്ലാം കൂടെ കളക്റ്റീവ് ആയിട്ടായിരിക്കും നമ്മളൊരു 6 സെമസ്റ്റർ അല്ലെങ്കിൽ 4 സെമസ്റ്റർ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യും. സോ അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് ആദ്യം പറയാനുള്ളത്. ഇതിന്റെ ഒരു ഫ്യൂച്ചർ എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. ഇപ്പം എല്ലാവർക്കും അറിയാം, ഈ കമ്പ്യൂട്ടർ മേഖല അല്ലെങ്കിൽ IT ഡിപ്പാർട്ട്മെന്റ് അപ് ടു ഡേറ്റ്, സോറി, ഡേ ടു ഡേ എമേജിംഗ് എന്ന് പറയല്ല, സെക്കൻഡ് വൈസ് ആണ് ഇപ്പൊ എമേജ് ആയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെയുള്ള ടെക്നോളജി ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും മാറും. എല്ലാവർക്കും ഒരു ഡീപ് സീക്ക് AI കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതേപോലെ തന്നെ ഒരുപാട് എമർജൻസ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇൻവിഡിയ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ സ്റ്റോക്ക് എത്ര ആയിരക്കണക്കിന് കോടികൾ ടേൺ ഓവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒറ്റ സെക്കൻഡ്സിന്റെ ഗെയിമാണ് ഒക്കെ നടന്നത്. അതായത് രാവിലെ എന്താണുള്ളത് അതല്ല വൈകുന്നേരം ഉള്ളത്. സോ IT ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഗ്ലോബലി ടോക്കിംഗ് ഈ കമ്പ്യൂട്ടർ മേഖല മൊത്തത്തിൽ ഏത് നിമിഷവും മാറി മറിയാം എന്നുള്ള രീതിയിലാണുള്ളത്. സോ എപ്പോഴും സ്കോപ്പുള്ള, ഇവിടുന്ന് അങ്ങോട്ട് എപ്പോഴും സ്കോപ്പുള്ള, എപ്പോഴും നമ്മൾ അലേർട്ട് ആയിരിക്കേണ്ട ഒരു ഫീൽഡ് കൂടെയാണ് ഈ IT ഡിപ്പാർട്ട്മെന്റ്. പിന്നെ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഫ്ലെക്സിബിലിറ്റീസ് നമുക്ക് ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പം ഏതെങ്കിലും ടെക്സ്റ്റ് സ്റ്റാക്കിൽ എക്സൽ ചെയ്ത് നിൽക്കാൻ നോക്കുക. ഇപ്പൊ പൈത്തൺ ആണ് ഒരാൾ എക്സൽ ചെയ്ത് നിൽക്കണമെങ്കിൽ അയാൾക്ക് ഏത് സമയം സ്വിച്ച് ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊരു ലാംഗ്വേജ് പഠിച്ചാൽ പിന്നെ ബാക്കിയുള്ള ലാംഗ്വേജസ് ഒക്കെ സിമിലർ ആണ്. അതിലുള്ള കുറച്ച് ടേംസ് മാത്രം മാറ്റിയാൽ മതി. അതിന്റെ വർക്കിങ്ങും അൽഗോരിതംസ് ഒക്കെ എല്ലാം സിമിലർ ആണ്. സോ നമുക്ക് കരിയർ സ്വിച്ച് ചെയ്യാനും അതേപോലെ തന്നെ ടെക്സ്റ്റ് സ്റ്റാക്ക് സ്വിച്ച് ചെയ്യാനൊക്കെ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. പിന്നെ നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോൾ സാധാരണ നമ്മളെല്ലാവരും ഒരു ഡിഗ്രി കോഴ്സ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ ഫീൽഡിലേക്ക് ഏത് രീതിയിൽ ഇറങ്ങണം എന്നുള്ളത് ആലോചിക്കാം. സോ ഈ ഒരു IT ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പാരലലി നമ്മുടെ സ്കില്ലും കൂടെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ കോഴ്സ് കഴിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് മേ ബി എവിടെങ്കിലും പ്ലേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഇതില് ആദ്യം പറഞ്ഞല്ലോ, സ്കില്ലാണ് എന്തായാലും ഇതിന്റെ ബേസിക്സ് ആണ്. സോ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതോട് കൂടെ നമുക്ക് ഒരു കയ്യിലൊരു ഗ്രാജുവേഷൻ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ്. സോ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് സ്റ്റാക്കിൽ നമ്മൾ മാസ്റ്റർ ആവുകയാണെങ്കിൽ പിന്നെ നമുക്ക് അത് വെച്ചിട്ട് ജോബിന് അപ്ലൈ ചെയ്യണതും അതേപോലെ തന്നെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഡീപ്പ് ഇൻ ടു ദ പോയിന്റ്, ഇതിൽ ഏതൊക്കെ കരിയർ പാത്സ് ഉണ്ടെന്ന് നോക്കാം. നമ്മൾ കീ ഡൊമൈൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ സ്ലൈഡിൽ അത് വായിക്കാം. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ഫുൾ സ്റ്റാക്ക്, ബാക്ക് എൻഡ്, ഫ്രണ്ട് എൻഡ്, പിന്നെ ഡാറ്റാ സയൻസ് ആൻഡ് AI, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ഡിവോപ്സ്, IT കൺസൾട്ടിംഗ് ആൻഡ് ബിസിനസ് അനാലിസിസ്. പിന്നെ സാധാരണ ഇതിൽ എണ്ണാത്തൊരു കാര്യം, ഇതാണ് സാധാരണ നമ്മുടെ ഈ ഒരു ഫീൽഡിൽ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് കാര്യം. ഈ ഒരു 5 ഞാൻ ഇതിൽ പെടാത്ത ഒരാളുണ്ട്. അതായത് അത് പക്ക സ്കിൽ ഓറിയന്റഡ് ആണ്. അതായത് ടെക്കും ഡിസൈനും കൂടെ, അതായത് ഇൻബിൽഡ് ആയിട്ട് ആർട്ട് റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് ടെക്കും കൂടെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ IT കരിയറിൽ നമുക്ക് ഡിസൈനും കൂടെ വളർത്തിയെടുക്കാൻ പറ്റും. അതിലേക്ക് ഞാൻ വരാം. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കേൾക്കുന്ന തന്നെ പ്രോഗ്രാമിംഗ്, കോഡിങ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ള പല വേർഡ്സ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ചെറുപ്പത്തിലൊക്കെ നമ്മൾ പറയുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണം എന്ന് പറയുന്ന ആ ഒരു കരിയറിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് റോൾസ് അല്ലെങ്കിൽ കുറച്ച് സ്കില്ലുകളാണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ ഉണ്ടാവുക. അതായത് ഫുൾ സ്റ്റാക്ക്, ബാക്ക് എൻഡ്, ഫ്രണ്ട് എന്നുള്ള 3 രീതിയിൽ നമുക്ക് ഇതിനെ കാറ്റഗറൈസ് ചെയ്യാം. അപ്പം അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് എടുക്കാം. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിന് എക്സാമ്പിൾ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ട് നമ്മൾ എന്താ ചെയ്യാം, ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യും. ഇപ്പോൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് ആരാ? യൂസേഴ്സ് ആണ്. അതായത് നമ്മളൊക്കെയാണ്. ഈ ഫ്ലിപ്കാർട്ടിന് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് യൂസേഴ്സ്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. സോ നമ്മൾ യൂസേഴ്സ് ആയിട്ടുള്ള നമ്മൾ ഈ ഫ്ലിപ്കാർട്ട് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഇന്റർഫേസ് ഉണ്ടല്ലോ. അതായത് ഫ്ലിപ്കാർട്ട് നമ്മൾ മൊബൈലിലും ലാപ്പിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിലെ ഹോം സ്ക്രീനും അതേപോലെ പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യുന്നതും പിന്നെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്താൽ ഡീറ്റെയിൽ പേജിലേക്ക് പോകുന്നതും കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നതും അങ്ങനെ നമ്മൾ യൂസർ ഇന്ററാക്ട് ചെയ്യുന്ന പേജസ് ഒക്കെ
അതിന്റെ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഫ്രണ്ട് എൻഡ് ആണ്. സോ ഈ ഫ്രണ്ട് എൻഡ് ഡിസൈൻ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ഒരു ടീമായിരിക്കും ഉണ്ടാവും. സോ ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും ഏതൊരു സോഫ്റ്റ്വെയർ ആണെങ്കിലും അതിന്റെ യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആ സ്ക്രീനുകൾ ആദ്യം ഡിസൈൻ ചെയ്യണം, പിന്നെ ഡെവലപ്പ് ചെയ്യണം. ഇത് രണ്ടും ചെയ്യാൻ ഒരു ടീം ഉണ്ടാവും. ആ ടീമിനാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. അതിന് കുറച്ച് ടെക്നോളജീസ് ഉണ്ട്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് റിയാക്ട് JS, അതായത് ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടുള്ള റിയാക്ട് JS, അതേപോലെ തന്നെ Vue.js, അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. മീൻസ് ഫ്രെയിം വർക്കുകളും ടെക്നോളജീസും ഉണ്ട്. പിന്നെ വരുന്നത് ഇതിന്റെ ഒരു ബാക്ക് എൻഡ് ആണ്. ബാക്ക് എൻഡ് മീൻസ് ഇതിന്റെ ഫ്ലിപ്കാർട്ടിൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഓർഡേഴ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേരുണ്ടാവും ബാക്കിൽ. സോ ആ ബാക്കിലുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്, അതായത് നമ്മളിപ്പോ ഒരു ഷൂ ഓർഡർ ചെയ്യാണ്. ആ ഷൂ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ +1 ക്ലിക്ക് ചെയ്തു. ആ 1 ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മുടെ കാർട്ടിലേക്ക് ആഡ് ആവണം. ആ ആഡ് ആയത് എവിടെ കാണിക്കണം? ഫ്ലിപ്കാർട്ടിന്റെ ബാക്ക് എൻഡിൽ കാണിക്കണം. ആ ബാക്ക് എൻഡിൽ കാണിച്ചിട്ട് അതിനെ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഡിസ്പാച്ച് ചെയ്യണം, പിന്നെ അത് ഡെലിവർ ചെയ്യണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ബാക്ക് എൻഡ് പ്രോസസ്സാണ്. അതായത് യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാത്ത പ്രോസസ്സാണ്. സോ അവിടെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ടീമാണ് ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ്. അപ്പം ഈ ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും തമ്മിൽ തീരെ ബന്ധമല്ല. ഇത് API കോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു API ടെക്നോളജി വെച്ചിട്ടാണ് ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഇത് എൻ്റെ ഡിഫറെന്റ് ആണ്. സോ ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ് പ്യുവർ ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ് ആയിരിക്കും, ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ് പ്യുവർ ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സും ആയിരിക്കും. ഇവർ തമ്മിൽ ബന്ധം ഉണ്ടാവില്ല. സോ ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന API കൂടെ പഠിച്ചിട്ട്, അതായത് ബാക്ക് എൻഡ് പഠിച്ചിട്ട് ഫ്രണ്ട് എൻഡും പഠിച്ചിട്ട് API കോളിംഗ് കൂടെ പഠിച്ചിട്ടുള്ള ആൾക്കാർ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറയും. സോ ഫ്രണ്ട് എൻഡിൽ നമ്മൾ പറഞ്ഞു റിയാക്ട് JSഉം Vue.js ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ബാക്ക് എൻഡിൽ ഉള്ളതാണ് Node.js ഒക്കെ, നോഡ് ജാവാസ്ക്രിപ്റ്റ്, അതേപോലെ പൈത്തൺ ഒക്കെ ബാക്ക് എൻഡിലുള്ളതാണ്, ജാവ ബാക്ക് എൻഡിലുള്ളതാണ്. സോ ഇത് രണ്ടും പഠിച്ച ഒരാൾ, അതായത് നമ്മൾ മേൺ സ്റ്റാക്ക് ഡെവലപ്പർ അല്ലെങ്കിൽ മീൻ സ്റ്റാക്ക് ഡെവലപ്പർ എന്നൊക്കെ പറയും. അതായത് മീൻ എന്ന് പറഞ്ഞാൽ MongoDB, അതായത് ഇതിന്റെ ഡാറ്റയും കൂടെ മാനേജ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ MongoDB എക്സ്പ്രസ്, റിയാക്ട് നോഡ് അല്ലെങ്കിൽ MongoDB എക്സ്പ്രസ്, ആംഗുലർ നോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ടെക്നോളജീസ് ഉണ്ട്. അതൊക്കെയാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പിംഗിൽ വരിക. സോ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയുമ്പോൾ അതിന് ഐദർ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആവാം, അല്ലെങ്കിൽ ബാക്ക് എൻഡ് ഡെവലപ്പർ ആവാം, അതല്ലെങ്കിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറും ആവാം. സോ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാസ്റ്റർ ചെയ്താൽ തന്നെ നമുക്ക് അതിൽ എക്സൽ ചെയ്യാൻ പറ്റും. അതായത് റിയാക്ട് JS മാത്രമാണ് ഒരാൾ പഠിച്ചെങ്കിൽ അതൊക്കെ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ മാത്രമായിട്ട് ഇരിക്കാൻ പറ്റും. ഇതെല്ലാം കൂടെ പഠിക്കണമെന്നില്ല. ഇതൊക്കെ ഓരോന്നും ഓരോ ടെക്നോളജീസ് ആണ്. റിയാക്ട് വേറെയാണ്, അതേപോലെ വ്യൂ വേറെയാണ്. അതേ സമയത്ത് റിയാക്ട് JS പഠിച്ചിട്ടുള്ള ഒരാൾക്ക് Vue.js സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. സോ ഫ്രണ്ട് എൻഡിലുള്ള ടെക്നോളജീസ് എല്ലാം ഏകദേശം സിമിലർ ആണ്. അത് ടെക്നോളജി അല്ലെങ്കിൽ ലാംഗ്വേജിൽ വരുന്ന ചെറിയ ഡിഫറൻസസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ ഫ്രെയിം വർക്കിൽ ചെറിയ വേരിയേഷൻസ് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേ സമയത്ത് ഫ്രണ്ട് എൻഡ് ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർക്ക് പുതിയൊരു ഫ്രണ്ട് എൻഡ് ടെക്നോളജി വന്നാൽ പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇതുപോലെ തന്നെ വരുന്നതാണ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഫ്ലട്ടർ. അതേപോലെ ഫ്ലട്ടറിലാവുമ്പം അതിലുള്ള ലാംഗ്വേജ് ഡാർട്ട് എന്നാ പറയാം. ആ ഡാർട്ട് ലാംഗ്വേജ് പഠിക്കേണ്ടി വരും. അങ്ങനെ തുടങ്ങിയിട്ട് ഇത് ഒരുപാട് വലിയൊരു കടലാണ്, ഒരുപാട് പറയാനുണ്ട്. സോ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ജാവ, പൈത്തൺ, C++, ജാവാസ്ക്രിപ്റ്റ് ഒക്കെ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ ബാക്ക് എൻഡ് ഡെവലപ്പിംഗ് ടെക്നോളജീസ് ആണ്. അതേ സമയത്ത് ജാവാസ്ക്രിപ്റ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിയാക്ട്, വ്യൂ പോലത്തെ ഫ്രണ്ട് എൻഡ് ഉണ്ട്. പിന്നെ വെബ്സൈറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ വേർഡ് പ്രസ് പോലത്തെ ഒരുപാട് ടെക്നോളജീസും ഉണ്ട്. പിന്നെ ഇതിൽ സാലറി ആൻഡ് ഡിമാൻഡ് പറയുന്നുണ്ട്. അത് നമ്മളെ സ്കില്ലിനനുസരിച്ച് വെക്കും. നമ്മൾ എത്രത്തോളം അതിൽ എക്സൽ ചെയ്യുന്നോ അതിനനുസരിച്ച് നിൽക്കും. ഫ്രഷർ ആയിട്ട് തന്നെ ഒരുപാട് സാലറി വാങ്ങുന്ന ഒരുപാട് പേര് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഫീൽഡിലുണ്ട്. പിന്നെ അടുത്തൊരു സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഡാറ്റ സയൻസ് ആൻഡ് AI ആണ്. ഡാറ്റ സയൻസും അതേപോലെ ഈ മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഒരു എമർജിംഗ് ടെക്നോളജി ആണെങ്കിൽ കൂടെ എല്ലാവരും ChatGPT, DeepSeek AI ഒക്കെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നവരായിരിക്കും. ഇപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്തിനും മൊബൈൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയണമെങ്കിൽ ജസ്റ്റ് നേരെ പോയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഒരു കാലമായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. അതേ സമയത്ത് ഗൂഗിൾ എടുത്തിട്ട് സെർച്ച് ചെയ്യുന്നതിന് പകരം ChatGPT എടുത്ത് സെർച്ച് ചെയ്യുന്നതിലേക്ക് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. എന്നാലും ChatGPT എടുക്കണമെങ്കിൽ അതിന്റെ അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട്, അതല്ലെങ്കിൽ ബ്രൗസറിലാണ്, വെബിലാണെങ്കിൽ, ലാപ്ടോപ്പിലാണെങ്കിൽ നമ്മൾ അതിന്റെ വെബ്സൈറ്റിലേക്കൊക്കെ പോയിട്ട് എടുക്കണം. അതേ സമയത്ത് ഓരോ ദിവസം അഡ്വാൻസ്മെന്റ് വരുമ്പോൾ കൂടുതൽ സിമ്പിൾ ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ DeepSeek AI ആണെങ്കിൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലുള്ള ഒരു വിൻഡോസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അത്രയും സിമ്പിൾ ആയിട്ട് DeepSeek AI നമ്മൾ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എവിടെ സെർച്ച് ചെയ്താലും, ഇപ്പോൾ നമ്മളിപ്പോ ലാപ്ടോപ്പ് എടുത്തിട്ട് ലാപ്ടോപ്പിന്റെ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്താൽ ലാപ്ടോപ്പിന്റെ ഉള്ളിലുള്ള ഫയൽസ് ആണ് ആദ്യം ഡിസ്പ്ലേ ചെയ്യുക. അതേപോലെ തന്നെ
DeepSeek AI വെച്ചിട്ട് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലുള്ള ഇൻബിൽട്ട് ആയിട്ടുള്ള സെർച്ച് ബാർ യൂസ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അത്രയും സിമ്പിൾ ആയിട്ട് ഓരോ കാര്യങ്ങൾ വരികയാണ്. സോ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്നും മെഷീൻ ലേണിംഗ് ഒക്കെ പറഞ്ഞിട്ട് വലിയ സംഭവമായി കണ്ട സാധനങ്ങൾ കോമൺ പീപ്പിൾ വരെ യൂസ് ചെയ്യുന്നിടത്തേക്ക് എത്തി. അതായത് ഇപ്പോൾ നമുക്കൊരു ലെറ്റർ എഴുതണമെങ്കിൽ ആ ലെറ്ററിന് ഒരു ഫോർമാറ്റ് ഉണ്ടോ? നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഗൂഗിളിൽ സെർച്ച് ചെയ്യും എങ്ങനെയാണ് ലെറ്ററിന്റെ ഫോർമാറ്റ് എന്ന്. എന്നിട്ട് അത് നോക്കിയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തെടുക്കും. അപ്പൊ അതേ സമയത്ത് ജസ്റ്റ് എനിക്കൊരു ലെറ്റർ എഴുതണം, ഇപ്പോൾ ലീവ് ലെറ്റർ എഴുതണം, സ്കൂളിലേക്ക് ഒരു ലീവ് ലെറ്റർ എഴുതണമെങ്കിൽ ജസ്റ്റ് ChatGPT ചോദിച്ചാൽ മതി, ഇന്ന പ്രിൻസിപ്പാൾക്ക് ഒരു ലീവ് ലെറ്റർ എഴുതണം, അതിലൊരു ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടാക്കണം എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ അത് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടുകയാണ്. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഒരു 1 or 2 minutes കൊണ്ട് നമുക്ക് ഒരു ലെറ്റർ പ്രിന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ആസ് എ യൂസർ സൈഡ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ ചാറ്റ് ബോട്ടുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു AI എഞ്ചിനീയറുടെ ജോബായിട്ട് വരിക. അതായത് ഇപ്പോൾ നമ്മൾ പൈത്തൺ പഠിക്കുകയാണെങ്കിൽ, പൈത്തൺ അല്ലെങ്കിൽ ലാംഗ്വേജ് ഒക്കെ പഠിച്ചിട്ട് അതിൽ അത്യാവശ്യം മാസ്റ്ററി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനത്തെ ചാറ്റ് ബോട്ടുകൾ നമുക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ChatGPT ഒക്കെ ഉള്ള കാലത്ത്, DeepSeek AI ഒക്കെ ഉള്ള കാലത്ത് നമുക്ക് എങ്ങനെ ഇതിൽ എക്സൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും വരും. പക്ഷെ അതേ സമയത്ത് ഇതൊക്കെ പെയ്ഡ് ആണ്. ഇപ്പൊ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഒരു ചാറ്റ് ബോട്ട് കണ്ടില്ലേ? അല്ലെങ്കിൽ ആമസോണിൽ നമ്മൾ ഏത് ഇ-കൊമേഴ്സ് എടുക്കുകയാണെങ്കിൽ, ഏത് വെബ്സൈറ്റ് ഇപ്പോൾ എടുക്കുകയാണെങ്കിലും അതിലൊരു ചാറ്റ് ബോട്ട് ഉണ്ടാവും. അതല്ലെങ്കിൽ ഒരു മെസ്സേജ് ചെയ്യാൻ ഒരു അസിസ്റ്റന്റ് ഉണ്ടാവും. സോ ഈ അസിസ്റ്റന്റ് ഒക്കെ ആക്ച്വലി പെയ്ഡ് ആണ്. അവര് വേറെ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷന്റെ അടുത്തുനിന്ന് പൈസ കൊടുത്തിട്ട് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ബേസിൽ പർച്ചേസ് ചെയ്തിട്ടാണ് ഈ ഒരു ചാറ്റ് ബോട്ടുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതേ സമയത്ത് ഒരു വലിയൊരു കമ്പനി ആണെങ്കിൽ, ഇപ്പോൾ ലേൺവൈസ് ആണെങ്കിൽ, ലേൺവൈസിന്റെ ഒരു ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനത്തെ ഒരു ചാറ്റ് ബോട്ട് നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതുപോലത്തെ ഒരുപാട് ഡാറ്റാസ് അവൈലബിൾ ആണ്. ഈ ഡാറ്റാസ് വെച്ചിട്ട് ചാറ്റ് ബോട്ടിനെ ട്രെയിൻ ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ഡാറ്റ എഞ്ചിനീയർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI എഞ്ചിനീയർ ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ചാറ്റ് ബോട്ട് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തിട്ട് അത് നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഇതിന് ഹൈ പേയിങ് സാലറീസ് ഒക്കെ കിട്ടുന്നത്. സോ ഇതില് ബേസിക് ആയിട്ട് വരുന്നത് പൈത്തൺ ആണ്. പൈത്തന്റെ പൈച്ചാമൊക്കെ വെച്ചിട്ടാണ് ഇത് തുടങ്ങേണ്ടത്. എന്നിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റ അനലിസ്റ്റും ഡാറ്റ സയന്റിസ്റ്റും ML എഞ്ചിനീയറും AI സ്പെഷ്യലിസ്റ്റ് ഒക്കെ ആവാൻ പറ്റും. ഇതിൽ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന, അതായത് ബേസിക് ആയിട്ടുള്ള ഇതിന്റെ AI റിലേറ്റഡ് ജോബ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ CCTV വെച്ചിട്ട് ഒരാളുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഉള്ള ജോബുകളൊക്കെ ഉണ്ടാവും. അതായത് ഇപ്പോൾ AI റിലേറ്റഡ് കമ്പനി ആണെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്ക് ATM ആയിക്കോട്ടെ, ATMലേക്ക് ആരൊക്കെ വരുന്നുണ്ട്, ഒരാൾ ഒരു ദിവസം എത്ര പ്രാവശ്യം വരുന്നുണ്ട്, അതല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് എത്ര കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, അതിന്റെ കൗണ്ട് എടുക്കുക, അതിൽ ആരൊക്കെയാണ് എത്ര സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അനാലിസിസ് പ്രിപ്പയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനത്തെ CCTV ഇത് ആക്ച്വലി പാർട്ട് ഓഫ് AI ആണ്. CCTV വെച്ചിട്ട് ഫേസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഡാറ്റകൾ വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ട്, ഇപ്പൊ ഒന്നുമില്ല, നമ്മൾ ഫേസ്ബുക്കിലോ ഫ്ലിപ്കാർട്ടിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ഫേസ്ബുക്ക് എടുക്കുമ്പോഴോ, അതായത് ഫ്ലിപ്കാർട്ടും ഫേസ്ബുക്കും തമ്മിൽ ഒരു ബന്ധമില്ല. അതേപോലെ ഫ്ലിപ്കാർട്ടും നമ്മുടെ വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ബന്ധമില്ലാത്ത ആപ്ലിക്കേഷൻസിൽ വരെ നമ്മൾ എന്താണോ ഗൂഗിളിൽ സെർച്ച് ചെയ്തത് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്തത് അതിന്റെ ആഡ് വരികയാണ്. അത് ആക്ച്വലി എങ്ങനെയാണ്? നമ്മുടെ ഈ ഒരു സിസ്റ്റം പഠിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ ട്രെയിൻ ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ നമുക്ക് അഡ്വർടൈസ്മെന്റ്സ് ആയിട്ട് വരുന്നത്. സോ ഇതൊക്കെ ഏത് രീതിയിൽ മാനേജ് ചെയ്യാം, ഇതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഡാറ്റാ സയൻസിലും AIയിലും വരുന്നത്. പിന്നെ അടുത്തൊരു സെക്ഷനാണ് എത്തിക്കൽ ഹാക്കിംഗ് ഓർ സൈബർ സെക്യൂരിറ്റി. ഈ ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ വലിയ എന്തോ സംഭവമായിട്ട് കാണണ്ട. ആക്ച്വലി ഒരു അൺഎത്തിക്കൽ ഹാക്കിംഗ് ഉണ്ടാവും, എത്തിക്കൽ ഹാക്കിംഗ് ഉണ്ടാവും. നമ്മൾ ആക്ച്വലി പോകുന്നത് എത്തിക്കൽ ഹാക്കിംഗ് വെച്ചിട്ടാണ്. എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, എന്തൊരു ക്രൈം നടക്കുകയാണെങ്കിലും ആദ്യം തന്നെ ചെക്ക് ചെയ്യൽ മൊബൈലാണ്. ഈ മൊബൈൽ ചെക്ക് ചെയ്തിട്ട് ആക്ച്വലി നമ്മുടെ വാട്സപ്പ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ എല്ലാ ഡാറ്റകളും പ്രൈവസീസ് ഉണ്ട്, പ്രൈവസി പോളിസീസ് ഉണ്ട്. ഒരാളുടെ ഡാറ്റാസ് വേറൊരാൾക്ക് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കൂടെ എന്തെങ്കിലും ഒരു ഗവൺമെന്റ് റിലേറ്റഡ് ഒരു എൻക്വയറിക്ക് വരികയാണെങ്കിൽ നമുക്കത് പോലീസ് ഡിപ്പാർട്ട്മെന്റിനോ അല്ലെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റീസിനൊക്കെ അത് ചെക്ക് ചെയ്യാൻ പറ്റും. സോ അതിനാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു കാര്യം സോൾവ് ചെയ്യാൻ, എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഡാറ്റ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഹാക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ
ഒരാളുടെ ഡാറ്റ എടുത്തതുകൊണ്ട് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പലരുടെയും സംശയം ഉണ്ടാവില്ല. പക്ഷെ ആക്ച്വലി ഇത് അങ്ങനല്ല വരിക. ഇപ്പൊ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഏതൊരു വെബ്സൈറ്റും ഏത് സമയത്തും ആക്രമിക്കപ്പെട്ടേക്കാം. അതായത് നമ്മുടെ ബോഡി പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഓരോ വെബ്സൈറ്റുകളും അല്ലെങ്കിൽ വെബ് ആപ്പുകളും അല്ലെങ്കിൽ നമ്മൾ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള എന്തും ഏത് സമയത്തും ത്രട്ടൻഡ് ആണ്. ആക്ച്വലി നമ്മൾ അതിനെ കുറിച്ച് അവെയർ ആയിരിക്കണം. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിന് ആമസോൺ ഒരു ശത്രുവാണ്, അതേപോലെ ആമസോണിന് മിൻട്ര ഒരു ശത്രുവാണ്. ഇതേപോലെ നോക്കുമ്പോൾ നമുക്കും നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന് നമുക്കും എന്തുണ്ടാവും, എനിമീസ് ഉണ്ടാവും. സോ ഈ എനിമീസ് ഏത് സമയത്തും നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന് ഇല്ലാണ്ടാക്കും. സോ അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടെക്നോളജി യൂസ് ചെയ്തിട്ട് തന്നെ അതിന് പ്രൊട്ടക്ഷൻസ് കൊടുക്കണം. ഇങ്ങനെ കൊടുക്കുന്ന പ്രൊട്ടക്ഷൻസിനാണ് ഈ സൈബർ സെക്യൂരിറ്റീസ് എന്ന് പറയും. സോ ആസ് എ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമേരിക്കയിൽ മുന്നേ ഒരു ബാങ്ക് റോബറി നടന്നു. ബാങ്ക് റോബറി മീൻസ് ആക്ച്വലി ഈ ഒരു ഹാക്കർ റോബറി ആയിട്ടൊന്നും ചെയ്തിട്ടില്ല, പൈസ ഒന്നും എടുത്ത് പോയിട്ടില്ല. ഇയാൾ എന്ത് ചെയ്തു, ഒരു അക്കൗണ്ടിലുള്ള ബാങ്ക് ബാലൻസ് മറ്റേ അക്കൗണ്ടിലേക്ക് ആക്കി. അങ്ങനെ ഒരു 10-20 അക്കൗണ്ടിലുള്ള ബാങ്ക് ബാലൻസുകൾ ഷഫിൾ ചെയ്തു. അപ്പം ഈ ബാങ്കിന്റെ സിസ്റ്റം മൊത്തം പൊട്ടി. അങ്ങനെ ഈ കേസ് എന്ത് ചെയ്തു, കോടതിയിൽ എത്തുമ്പോൾ കോടതി നിന്ന് ഈ ഹാക്കറോട് ചോദിച്ചു എന്തിനാണ് ഇത് ചെയ്തതെന്ന്. മൂപ്പര് പറഞ്ഞൊരു സൈക്കോപാത്താണ്. ഇയാൾ പറഞ്ഞത് സിംപ്ലി വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ഇയാളെ ജാമ്യത്തിൽ ഇറക്കുന്നതും ഈ കേസ് സോൾവ് ചെയ്തതും സെയിം കമ്പനിയാണ്, ഈ സെയിം ബാങ്ക് തന്നെയാണ് ഈ കേസ് സോൾവ് ചെയ്യുന്നതും ഇയാൾ ജാമ്യത്തിൽ ഇറക്കുന്നതും പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം. എന്നിട്ട് ഈ കമ്പനി ഫസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഹാക്കർ പിടിച്ചിട്ട് ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ഈ ബാങ്കിന്റെ സെക്യൂരിറ്റി അനലിസ്റ്റ് ആക്കി. അതായത് ഇയാളുടെ ബുദ്ധി വെച്ച് നോക്കുകയാണെങ്കിൽ ഇയാളുടെ ഈ സെക്യൂരിറ്റി സിസ്റ്റം, ഇയാൾ ബിൽഡ് ചെയ്യാൻ പോകുന്ന സെക്യൂരിറ്റി സിസ്റ്റം പൊട്ടിക്കാൻ വേറെ ആർക്കും കഴിയില്ല. കാരണം അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ബാങ്കിങ് ആപ്ലിക്കേഷൻ ഇയാൾ ഹാക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ ഹാക്കറെ യൂസ് ചെയ്തിട്ട് തന്നെ ഈ അതിനേക്കാൾ നല്ലൊരു സൈബർ സെക്യൂരിറ്റി സിസ്റ്റം ഇവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ആരാണ് നമ്മൾ ആക്രമിച്ചത് അവരെ തന്നെ യൂസ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യാണ്, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വശം ഇറക്കി എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നു. സോ ഈ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റുകൾ ഒരു മറ്റുള്ള പല IT ഡിപ്പാർട്ട്മെന്റ് ജോബുകൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഹൈ പെയ്ഡ് സാലറീസ് ഉള്ളവരാണ്. പക്ഷെ ലിമിറ്റഡ് ആണ്, ഭയങ്കര ലിമിറ്റഡ് അവൈലബിലിറ്റീസ് ആണ് ഈ ജോബിനൊക്കെ ഉള്ളത്. എന്നാലും ഇത് പഠിച്ചാൽ വൺസ് ഇതിൽ ക്രാക്ക് ചെയ്താൽ, ഇതിൽ മാസ്റ്റർ ആയി കഴിഞ്ഞാൽ ഭയങ്കര പെയ്ഡ് സാലറീസ് ഒക്കെ ഉണ്ടാവും. സോ ഇതിൽ വരുന്ന മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ നെറ്റ്വർക്കിങ്ങും അതേപോലെ തന്നെ സെക്യൂരിറ്റി ടൂൾസ് ഒക്കെയാണ്. പിന്നെ ഇതിന് യൂസ് ചെയ്യുന്നത് പൊതുവെ പൈത്തൺ ലാംഗ്വേജും ആണ്. പിന്നെ അടുത്തൊരു കാര്യത്തിലേക്ക് പോകണമെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ഡെവോപ്സ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കുറച്ചു കാലം മുന്നേ വരെ പറഞ്ഞ പോലെ വലിയ എന്തോ റോക്കറ്റ് സയൻസ് ആണ് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സിംപ്ലി ടോക്കിംഗ് നമുക്ക് എല്ലാവർക്കും ഗൂഗിൾ ഡ്രൈവ് ഉണ്ട്. ഗൂഗിൾ ഡ്രൈവ് അല്ലെങ്കിൽ ആപ്പിൾ ക്ലൗഡ് ഉണ്ട്. അപ്പോൾ ഗൂഗിൾ ഡ്രൈവിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഗൂഗിൾ ഡ്രൈവിൽ നമുക്ക് 15 GB സ്റ്റോറേജ് ഫ്രീ ആണ്. അതേപോലെ ആപ്പിൾ ക്ലൗഡിലും അങ്ങനെ എത്ര ഒരു സ്റ്റോറേജ്, ബേസിക് സ്റ്റോറേജ് ഫ്രീ ആണ്. ഈ 15 GB സ്റ്റോറേജ് ഫ്രീ ആക്കാൻ തുടങ്ങിയിട്ട് അറൗണ്ട് 10 ഇയേഴ്സിന്റെ മേലെ. ഡ്രൈവ് എന്ന് മുതൽ വന്നു അന്ന് മുതൽ ഈ ഗൂഗിൾ 15 GB സ്റ്റോറേജ് ഫ്രീ ആണ്. പക്ഷെ അവരുടെ ഗെയിം ഇപ്പോഴാണ് വർക്കൗട്ട് ആവാൻ തുടങ്ങിയത്. അതായത് അന്ന് അവർ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിച്ച് അന്ന് 15 GB സ്റ്റോറേജ് എന്ന് വെച്ചാൽ വലിയൊരു ഹ്യൂജ് സ്പേസ് ആണ്. അതേ സമയത്ത് ഇപ്പൊ ഒരു ഗാലക്സി S24 അൾട്രയിൽ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ അറൗണ്ട് ഒരു 11 MB 12 MB ഉണ്ടാവും. ഒരു 10 ഫോട്ടോ എടുക്കുമ്പോൾ അയാളുടെ ആ 10 ഫോട്ടോ മാത്രം 100 MB ഉണ്ടാവും. 100 ഫോട്ടോ എടുക്കുകയാണെങ്കിൽ 1 GB ആയി. അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ 15 GB സ്റ്റോറേജ് ഫുൾ ആവും. ഇപ്പോൾ നമ്മൾ സാധാരണ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യണവർ നമ്മളെ മൊബൈലിൽ ഫോട്ടോസ് കീപ്പ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യും, ക്ലൗഡായിട്ട് സിങ്ക് ചെയ്യും. അങ്ങനെ ഈ 15 GB എന്നുള്ളത് പെട്ടെന്ന് തന്നെ ഫുള്ളായിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, മന്ത്ലി ഒരു 50 റുപ്പീസ് അല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 40 റുപ്പീസ് അല്ലേ ഉള്ളൂ, ഒരു 5 GB കൂടെ എക്സ്ട്രാ പർച്ചേസ് ചെയ്യാം. ഇത് സാധാരണ ഐക്ലൗഡ് യൂസ് ചെയ്യുന്നത് ഇഷ്ടംപോലെ ആപ്പിൾ സ്റ്റോറേജ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ആൻഡ്രോയിഡ് യൂസേഴ്സും ഈ ഗൂഗിൾ ഡ്രൈവിന്റെ സ്റ്റോറേജ് പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. സോ ഇത് നമ്മളെ കോമൺ മാൻ യൂസ് ചെയ്യുന്നതാണ്. അതേ സമയത്ത് ഇപ്പൊ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണെങ്കിൽ, അതല്ലെങ്കിൽ ഇങ്ങനത്തെ ജയൻസ് ആണെങ്കിൽ, MNCs ഒക്കെ ആണെങ്കിൽ, ഇവർക്ക് ഈ പറയുന്ന സോഫ്റ്റ്വെയർ റൺ ചെയ്യണമെങ്കിൽ ഇവരുടെ സിസ്റ്റം മാത്രം പോരാ. ഇപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള 256 GB അല്ലെങ്കിൽ 128 GB അത് തികയാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്ലൗഡ് സ്റ്റോറേജുകൾ പർച്ചേസ് ചെയ്യണത്.
ക്ലൗഡ് സ്റ്റോറേജിന്റെ എക്സാമ്പിൾ പറയാം. നമ്മൾ സാധാരണ പർച്ചേസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് ആയിരിക്കും, അല്ലെങ്കിൽ ഡ്രോപ്പ് ബോക്സ് ആയിരിക്കും, അല്ലെങ്കിൽ AWS ആയിരിക്കും. അങ്ങനത്തെ നമുക്ക് കോമൺ ആയിട്ടുള്ളതായിരിക്കും. സോ ഇതൊക്കെ ചെറിയ B2C അല്ലെങ്കിൽ നമ്മൾ സാധാ കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒരു B2B ലെവൽ, ഒരു ബിസിനസ് ടു ബിസിനസ് ലെവലിലേക്ക് ചിന്തിക്കുമ്പോൾ ഒരു ഫ്ലിപ്കാർട്ടിന് അവരുടെ ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ അവരുടെ ഈ വെബ് ആപ്പിൽ എത്രത്തോളം ഇമേജസ് സ്റ്റോർ ചെയ്യാണ്ട് നമ്മൾ ചിന്തിച്ചാൽ മതി. അതായത് ഒരൊറ്റ പ്രൊഡക്റ്റിന് തന്നെ 5-6 ഇമേജസും ഒരു വീഡിയോ ഉണ്ടാവും. അതന്നെ ഒരുപാട് സൈസ് ഉണ്ടാവും. അങ്ങനെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. അതൊക്കെ സ്റ്റോർ ചെയ്യാനൊരു സ്പേസ് വേണം. ഫ്ലിപ്കാർട്ടിന് മേ ബി സ്വന്തമായിട്ട് സെർവേഴ്സ് ഉണ്ടാവും, സ്വന്തമായിട്ട് സിസ്റ്റംസ് ഉണ്ടാവും, അവർക്ക് അതിന് സ്പേസ് ഉണ്ടാവും. അതേ സമയത്ത് ഒരു സാധാ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ കമ്പനി ആണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു കമ്പനി, ഇ-കൊമേഴ്സ് കമ്പനി ആണെങ്കിൽ, നമുക്കൊന്നും അങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു സെർവർ പർച്ചേസ് ചെയ്യാനോ ഉള്ള ക്രെഡിബിലിറ്റി ഉണ്ടാവില്ല. അല്ലെങ്കിൽ അത്രയും നമ്മൾ വളർന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനത്തെ ക്ലൗഡ് സ്റ്റോറേജുകൾ പർച്ചേസ് ചെയ്യും. സോ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ട് അല്ലെ ആനുവൽ സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനത്തെ ടെക്കുകൾ അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസുകൾ പർച്ചേസ് ചെയ്യും. സോ ഇപ്പൊ ഏതൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ വെബ് ആപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും എന്തൊരു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് മീൻസ് ഞാൻ പറയുന്ന പ്രൊഡക്റ്റ് ഒക്കെ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെ ഏതെങ്കിലും ഒരു വെബ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനോ ആയിരിക്കും. സോ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ, വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് അതിനൊക്കെ സ്റ്റോർ ചെയ്യാൻ ഒരുപാട് സ്പേസുകൾ വേണം. ഈ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസുകൾക്കാണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുക. അതായത് ഓൺലൈൻ ആയിട്ട് സ്റ്റോർ ചെയ്യാം. ഇത്രയും കാലം നമ്മൾ പെൻഡ്രൈവിലോ അതല്ലെങ്കിൽ ലാപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സിസ്റ്റം വാങ്ങിയിട്ടോ ഹാർഡ് ഡിസ്കിലൊക്കെ സ്റ്റോർ ചെയ്തത് നമുക്കിപ്പോൾ ക്ലൗഡ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ക്ലൗഡ് സ്റ്റോറേജുകൾ മാനേജ് ചെയ്യാനും അതേപോലെ അത് ഡെവലപ്പ് ചെയ്യാനും ഉള്ള റോളുകളാണ് ഈ ക്ലൗഡ് എഞ്ചിനീയർക്കും ഡിവോപ്സ് എഞ്ചിനീയർക്കും ഒക്കെ ഉണ്ടാവുക. പിന്നെ ഈ ഡിവോപ്സ് എഞ്ചിനീയർ ക്ലൗഡ് ആർക്കിടെക്ട് എന്ന് വെച്ചാൽ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഇടയിലുള്ള ഈ നെറ്റ്വർക്കുകളൊക്കെ മാനേജ് ചെയ്യാം. അതുപോലെ ഡെവോപ്സ് എഞ്ചിനീയർ എന്ന് വെച്ചാൽ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ചാൽ ഒരു ടെക്നോളജിയാണ്. അത് ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ മിൻട്ര പോലത്തെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് നോക്കുക. ഈ ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷനും അതേപോലെ ഈ പറഞ്ഞിട്ടുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും തമ്മിൽ കണക്ട് ചെയ്യുന്നതിനാണ് ഈ ഡെവോപ്സ് എഞ്ചിനീയർ എന്ന് പറയും. ഡെവലപ്പർ ഓപ്പറേറ്റിംഗ് എഞ്ചിനീയർ എന്നൊക്കെ പറയും. സോ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് ടെക്നോളജീസ് ആണ് AWS, ആമസോണിന്റെ വെബ് സർവീസ്, പിന്നെ Azure, GCP. പിന്നെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് OS ആണ്, ലിനക്സ്. പിന്നെ ഡോക്കർ, ക്യൂബർനെറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ടെക്നോളജീസ് വരുന്നുണ്ട് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് മാനേജ് ചെയ്യാനും അതേപോലെ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ഇപ്പോൾ സിംപ്ലി ടോക്കിംഗ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വെച്ചത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഒരു ടെക്നോളജിയാണ്. ആ ടെക്നോളജിനെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് എന്നൊക്കെ പറയൂലേ, ഇപ്പൊ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അതായത് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പുതിയൊരു ടെക്നോളജിയാണ്. ഈ പുതിയൊരു ടെക്നോളജി വരുമ്പോൾ അതിനെ നമ്മൾ സാധാരണ കണ്ടംപററി ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും ടെക്നോളജി ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് അത് മാത്രം പഠിച്ചിട്ടുള്ള ആൾക്കാർ വേണ്ടി വരും. സോ അങ്ങനത്തെ ആൾക്കാരാണ് ഈ ക്ലൗഡ് എഞ്ചിനീയേഴ്സ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ടെക്കി മൈൻഡ് ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. അതായത് ഒന്നെങ്കിൽ കോഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ കോഡിന്റെ ഫ്രണ്ട് എൻഡ് ഡിസൈൻ ചെയ്യണം, അതല്ലെങ്കിൽ ഇത് കണക്ഷൻസ് നെറ്റ്വർക്കിംഗ് ഒക്കെ ആയിട്ട് എന്തായാലും ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ടെക് റിലേറ്റഡ് ആയിട്ട് ഭയങ്കര പാഷൻ ഉള്ളവർക്കാണ് അതൊക്കെ ചെയ്യാൻ പറ്റും. സോ ടു ബി ഫ്രാങ്ക്, എനിക്ക് കോഡിങ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡിസൈനിലേക്ക് പോയത്. സോ ഈ ഡിസൈനിലേക്ക് പോകുമ്പോൾ അവിടെ സീറോ കോഡിംഗ് ആണ്. ഈ സീറോ കോഡിംഗ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിങ്ങിൽ ഒരു ന്യൂമറിക്കൽ സ്കിൽ ഇല്ലാത്തവർക്ക്, അതേപോലെ തന്നെ അതിൽ പെട്ടെന്ന് സ്ട്രെസ് വരുന്നവർക്ക്, ബഗ് അടിക്കുമ്പോഴേക്ക് സ്ട്രെസ് വരുന്നവർക്കൊക്കെ ഉള്ളതാണ്. സോ അങ്ങനെ ടെക്കി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ലാത്തവർക്കും, അതേപോലെ തന്നെ പക്ഷെ അതേ സമയത്ത് ഈ ടെക്നോളജി IT ഫോമിലൊക്കെ വർക്ക് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സെക്ടറാണ് ഈ IT കൺസൾട്ടിങ് അല്ലെ ബിസിനസ് അനാലിസിസ്. സിംപ്ലി പറയുകയാണെങ്കിൽ IT കൺസൾട്ടന്റ് ആയിട്ടും ബിസിനസ് അനലിസ്റ്റ് ആയിട്ടും പ്രൊഡക്റ്റ് മാനേജർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യണവർ ഈ പറയുന്ന കോഡ് റിലേറ്റഡ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗിലേക്ക് തീരെ തലയിടൂല. ഇപ്പം ഒരു കമ്പനിയുടെ ഒരു സ്ട്രക്ചർ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സർവീസ് ബേസ്ഡ് കമ്പനിയാന്ന് വെക്കാം. സർവീസ് ബേസ്ഡ് എന്ന് വെച്ചാൽ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് രീതിയിലുള്ള ബിൽഡിംഗ് ഉണ്ടാവും. അതായത് പ്രോഗ്രാമിംഗ് രണ്ട് രീതിയിലുണ്ടാവും. ഒന്നുകിൽ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ഉണ്ടാവും, അതല്ലെങ്കിൽ സർവീസ് സെക്ടറിലും വർക്ക് ചെയ്യും. പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ ഇത് ഫേസ്ബുക്കിന്റെ ഉള്ളിലുള്ള ഒരു ടെക് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമർ ആണെങ്കിൽ അയാൾക്ക് വർക്ക് ചെയ്യാനുള്ളത് ഫേസ്ബുക്കിന്റെ അപ്ലിക്കേഷനിലാണ്. അതായത് ഫേസ്ബുക്കിന്റെ അപ്ലിക്കേഷനിലെ ബാക്ക് എൻഡിലും ഫ്രണ്ട് എൻഡിലും ആയിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് റിലേറ്റഡ് കമ്പനി ആണെങ്കിൽ ആ പ്രൊഡക്റ്റിൽ മാത്രമേ അയാൾ വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ OLX എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിലാണ് OLXന്റെ മൊബൈൽ ആപ്ലിക്കേഷനും വെബ് ആപ്ലിക്കേഷനും അതിലുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. ആ ഒരു
ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൽ മാത്രമേ അയാൾ വർക്ക് ചെയ്യുള്ളൂ. ഇതേ സമയത്ത് സർവീസ് ബേസ്ഡ് കമ്പനി ആണെങ്കിൽ അതിൽ മൾട്ടിപ്പിൾ പ്രൊജക്റ്റ് ആയിരിക്കും. ഇന്നുള്ള പ്രൊജക്ട് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രൊജക്റ്റിലേക്ക് അയാൾ സെൻഡ് ചെയ്യും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇൻഫോസിസ്, TCS ഒക്കെ. അവർ വേറെ പലർക്കും വേണ്ടിയിട്ടാണ് പ്രൊഡക്റ്റുകൾ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതേ സമയത്ത് ഫേസ്ബുക്ക് ആണെങ്കിലും ആമസോണിലാണെങ്കിലും പിന്നെ ഏത് MNC ആണെങ്കിലും അവർക്ക് സ്വന്തമായിട്ട് ഒരു ഡെവലപ്പിംഗ് ടീം ഉണ്ടാവും. ആ ഡെവലപ്പിംഗ് ടീമിലായിരിക്കും ഈ പ്രോഗ്രാംസ് വർക്ക് ചെയ്യുക. അവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ഒരു പ്രൊഡക്റ്റിൽ മാത്രമായിരിക്കും വർക്ക് ചെയ്യുക. സോ പറഞ്ഞു വരുന്നത്, ഒരു സർവീസ് ബേസ്ഡ് കമ്പനി ആണെങ്കിൽ അവിടെ അവർക്ക് പുതിയൊരു പ്രൊജക്ട് എൻക്വയറി വരികയാണ്. ആ പ്രൊജക്ട് എൻക്വയറി വരുമ്പോൾ ആ വരുന്ന ക്ലയന്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ലീഡ് അല്ലെങ്കിൽ ക്ലയന്റ് ഉണ്ടാവില്ല. ആ ലീഡ് അല്ലെങ്കിൽ ക്ലയന്റുമായിട്ട് സംസാരിക്കേണ്ട ആള് ആണ് ഈ IT കൺസൾട്ടന്റ് അല്ലെങ്കിൽ ബിസിനസ് അനലിസ്റ്റ്. സോ ഇവരെന്ത് ചെയ്യും? ക്ലയന്റുമായിട്ട് ഡീൽ ചെയ്യും. ക്ലയന്റിനോട് സംസാരിച്ചിട്ട് ക്ലയന്റിന്റെ റിക്വയർമെന്റ്സ് കളക്ട് ചെയ്യും. എന്നിട്ട് അതെല്ലാം നോട്ട് ചെയ്തിട്ട് അത് നമ്മുടെ കമ്പനിയിലുള്ള ടീമുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പൊ ഇവര് വന്നത് ഒരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനാണെങ്കിൽ ആ ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ നമ്മുടെ ഒരു ടെക് സ്റ്റാക്ക് വെച്ചിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കും. ഓരോ കമ്പനിക്കും ആ കമ്പനി വർക്ക് ചെയ്യുന്ന ഒരുപാട് ടെക് സ്റ്റാക്കുകൾ ഉണ്ടാവും. അതായത് ഒന്നെങ്കിൽ പൈത്തൺ ആയിരിക്കും, അല്ലെങ്കിൽ ജാവ ആയിരിക്കും. സോ ഏതൊക്കെ എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് എല്ലാത്തിലും ബിൽഡ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ചില കാര്യങ്ങൾ ചിലതിൽ ഫീസിബിൾ ആയിരിക്കും, ചിലതിൽ ഭയങ്കര ഹാർഡായിരിക്കും. സോ നമ്മൾ ഏതാണോ ഭയങ്കര ലെസ് എഫേർട്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അത് ചൂസ് ചെയ്യും. സോ ആദ്യം ഈ IT കൺസൾട്ടന്റ് അല്ലെങ്കിൽ ബിസിനസ് അനലിസ്റ്റ് എന്ത് ചെയ്യും? ഈ ഗ്യാദർ ചെയ്തിട്ടുള്ള റിക്വയർമെന്റ്സ് ഒക്കെ ഈ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അത് പറ്റുമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് ഈ ഒരു ക്ലയന്റ് അല്ലെങ്കിൽ ഈ ലീഡും അതേപോലെ നമ്മുടെ കമ്പനിയിലുള്ള പ്രോഗ്രാമേഴ്സിനും ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ IT കൺസൾട്ടന്റ് അല്ലെങ്കിൽ ബിസിനസ് അനലിസ്റ്റ് വർക്ക് ചെയ്യുക. ഇത് ഒരു സിമ്പിൾ പ്രോസസ് ആണെന്ന് വിചാരിക്കേണ്ട. ഒരു പ്രൊജക്ട് ആക്ച്വലി ഉണ്ടായ ഒരു 1 ഇയറിലേക്കൊക്കെ ആയിരിക്കും. ഈ ക്ലയന്റുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യേണ്ടത് ഈ IT കൺസൾട്ടന്റ് ആയിരിക്കും. അതേപോലെ തന്നെ ആ ഒരു ടീമിലേക്ക് ഒരു 8-10 ആളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 100-200 ആളുണ്ടെങ്കിൽ ആ ടീമിനെ മൊത്തം മാനേജ് ചെയ്യേണ്ടി വരും. ഇതിൽ പറയുന്ന ഒരു പ്രൊഡക്റ്റ് മാനേജർ ഉണ്ട്. നമ്മളിപ്പോ ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഒരു ഇ-കൊമേഴ്സ് പ്രൊഡക്റ്റ് ആണെങ്കിൽ, ഇ-കൊമേഴ്സ് ആയിട്ടുള്ളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ആ മൊബൈൽ ആപ്ലിക്കേഷന്റെ ഈച്ച് ആൻഡ് എവറി ഫീച്ചർ ഇയാൾ അവെയർ ആയിരിക്കണം. പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരുമ്പോൾ അത് ആഡ് ചെയ്യണം, അത് ഡെവലപ്പേഴ്സിനോട് പറഞ്ഞിട്ട് ആഡ് ചെയ്യണം. അതിന്റെ കൊട്ടേഷന് കാര്യങ്ങൾ, ഇതേപോലെ പ്രൈസിങ് കാര്യങ്ങൾ, കമ്പനിക്ക് ഈ ക്ലയന്റിന് എത്ര ചാർജ് ഈടാക്കണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങൾ ഈ ഒരു IT കൺസൾട്ടന്റ്, ബിസിനസ് അനലിസ്റ്റോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മാനേജറോ ആയിരിക്കും ചെയ്യാം. ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഈ റോളുള്ള ആൾക്കാർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവേണ്ടത്. അതേപോലെ ഈ ടെക് സ്റ്റാക്കുകളൊക്കെ ഇങ്ങനെയാണെന്നോ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ബിൽഡ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റിന്റെ ഫ്രണ്ട് എൻഡിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടത് React.js ആണ്. നമ്മുടെ കയ്യിലുള്ളത് Vue.js ആണെന്ന് നോക്കാം. നമ്മുടെ കയ്യിലുള്ള ഡെവലപ്പേഴ്സ് മൊത്തം Vue.js ആണ്. അതേ സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ React.jsലുള്ള ഡെവലപ്പേഴ്സിന് ആവശ്യമുണ്ട്. കാരണം അതിലേക്കുള്ള ഒരുപാട് ഫീച്ചേഴ്സ് Vue.jsൽ ഇല്ല, React.jsൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സും കൂടി കൊണ്ടുവരണമെങ്കിൽ React.jsലുള്ള ഡെവലപ്പേഴ്സിനെ വേണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും അത് പറഞ്ഞിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനൊക്കെ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുന്ന ഒരാളായിരിക്കണം ഈ പറഞ്ഞിട്ടുള്ള റോളിലുള്ള ആൾ. സോ ഇയാൾ പിന്നെ വേറെ എന്തെങ്കിലും കേസ് വന്നു നിൽക്കും. നമ്മളിപ്പോ ഡിസൈൻ ചെയ്തു, ഡെവലപ്പ് ചെയ്തിട്ട് ഒരുപാട് ഫേസസ് ഉണ്ടാവും. ഒരു 5 ഫേസിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിന്റെ ഒരു 3-4 ഫേസ് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഒന്നുമില്ല, എന്തോ ഒരു ഫീച്ചർ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ആ ഫീച്ചർ ഏത് രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും, അത് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതൊക്കെ സോൾവ് ചെയ്യേണ്ടതും ഈ ഒരാളായിരിക്കും. അല്ലെങ്കിൽ ഈ സോൾവ് ചെയ്തിട്ടില്ലെങ്കിലും ആ സോൾവ് ചെയ്യാനുള്ള ആൾക്കാരെ കണ്ടെത്താൻ മീൻസ് ഈ ഒരു ഡെവലപ്പേഴ്സിന്റെ അടുത്ത് നിന്ന് സോൾവ് ചെയ്തിട്ട് അത് ക്ലയൻസിനെ കൺവിൻസ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരായിരിക്കും ചെയ്യേണ്ടി വരിക. സോ ഇവർക്ക് ഒരുപാട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതേപോലെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ലും അതിനുള്ള ഒരു ധൈര്യമുള്ള ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മേഖലയാണ് ഈ IT കൺസൾട്ടിങ് or ബിസിനസ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് ലാസ്റ്റിലേക്ക് വെക്കാം. പിന്നെ നമ്മൾ ഇതിൽ ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ സാധാരണ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടെക്നോളജീസ് ആണ്. ഇതിലുള്ള ഒരുവിധമൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ്, പൈത്തൺ, C++ ഒക്കെയാണ് വരിക. പിന്നെ R ലാംഗ്വേജ് പോലത്തെ അഡ്വാൻസ്ഡ് ലെവലും വരുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്നതാണ് വെബ് ആൻഡ് ഡാറ്റാബേസ് ആണ്. വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് HTML, CSS, അതേപോലെ അതിന്റെ കൂടെ ജാവാസ്ക്രിപ്റ്റും കൂടെ വരും. പിന്നെ React.js ഫ്രണ്ട് എൻഡ് ആണ്, Node.js ബാക്ക് എൻഡ് ആണ്.
പിന്നെ SQL ആണെങ്കിൽ ഡാറ്റാബേസ് ആണ്. നമ്മൾ ഏതൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിലും അതിന്റെ ഡാറ്റകൾ സ്റ്റോർ ചെയ്യാൻ, അതിന്റെ ഇമേജസും വീഡിയോസും സ്റ്റോർ ചെയ്യാൻ ഡാറ്റാബേസുകൾ ഉണ്ടാവും. ഇതിന് മോങ്കോ ഡാറ്റാബേസ്, പോസ്റ്റ് ഗ്രേ ഡാറ്റാബേസ് ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡാറ്റാബേസുകൾ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒക്കെ അറിഞ്ഞാൽ മതിയോ. സോ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാനാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ മതി. പിന്നെ അതിൽ വരുന്ന കുറച്ച് ഫ്രെയിം വർക്കുകളാണ് വേർഡ് പ്രസ്, വിക്സ്, ഫ്രെയിമർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പുതിയ ടെക്നോളജീസ് വരുന്നുണ്ട്. അത് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡാറ്റ ടൂൾസ് ആയിട്ട് നമ്മൾ മെഷീൻ ലേണിംഗിലും AI ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ ആർ ലാംഗ്വേജ്, പാണ്ടാസ്, സൈക്കിറ്റ് ലേണിംഗ്, മെഷീൻ ലേണിംഗ് ഫ്രെയിംവർക്ക് അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. പിന്നെ സെക്യൂരിറ്റി റിലേറ്റഡ് ആണ്, സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ് റിലേറ്റഡ് ആണെങ്കിൽ ലിനക്സ് OS വെച്ചിട്ട് നെറ്റ്വർക്ക് ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള ഒരുപാട് എൻക്രിപ്ഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. അതേപോലെ തന്നെ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസും അതേപോലെ ഫ്രെയിംവർക്കുകൾ അതിലും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിൽ ക്ലൗഡ് ഓർ ഡിവോപ്സിലാണെങ്കിൽ ഇതിൽ ഡോക്കർ പോലത്തെ ഒരുപാടെണ്ണം വരുന്നുണ്ട്. പിന്നെ ഇൻഡസ്ട്രി ട്രെൻഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ള പല ജോബിനെയും അപേക്ഷിച്ചിട്ട് നമുക്ക് റിമോട്ട് ആയിട്ടും ഹൈബ്രിഡ് ആയിട്ടും വർക്ക് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഈ IT ഫീൽഡ് ആകുമ്പോൾ. ആക്ച്വലി ഈ IT ഫീൽഡിലുള്ള ഒരുവിധം കമ്മ്യൂണിക്കേഷൻസ് കംപ്ലീറ്റ് ഓൺലൈൻ ആണ്. ഇപ്പം ഒരു ഓഫീസിൽ വർക്ക് ചെയ്യണമെങ്കിലും ക്ലയന്റിനെ നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് മീറ്റ് ചെയ്യുന്നത്, ഒരു വിധമൊക്കെ ക്ലയന്റിനെ. പിന്നെ അതേ സമയത്ത് ഈ ഒരു റിമോട്ട് ഒരു ഹൈബ്രിഡ് വർക്ക് ആകുമ്പോൾ നമുക്ക് സ്ട്രെസ്സോ സ്ട്രെയിനോ പോലത്തെ ഒരു സ്ട്രെസ് ഫീലിംഗ്, പ്രഷറും വളരെ കമ്പാരിറ്റീവ് കുറവായിരിക്കും. പിന്നെ നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പല ഓപ്പർച്യൂണിറ്റീസും ഉള്ളത് കൂടുതലും IT ഡിപ്പാർട്ട്മെന്റിലാണ്. അതുകൊണ്ടാണ് അത് ഹൈലൈറ്റ് ചെയ്ത് മെൻഷൻ ചെയ്തത്. പിന്നെ ഓട്ടോമേഷനും AI ഒക്കെ വരുന്നതോടുകൂടെ ഇപ്പോൾ ChatGPTന്റെ റോൾ എത്രത്തോളം ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഏതൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനും നമ്മൾ ChatGPTന്റെ അടുത്തേക്ക് പോകും. പണ്ട് ഒരുപാട് ഇപ്പോൾ IT റിലേറ്റഡ് ഡൗട്ടുകൾ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് റിസർച്ച് ചെയ്യേണ്ടായിരുന്നു. ഇപ്പോൾ ഡയറക്റ്റ് ChatGPTനോട് ചോദിച്ചാൽ നമുക്ക് പക്ക ഇൻ ടു ദ പോയിന്റ് സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. ഇതിന്റെ ജോബ് മാർക്കറ്റ് വരുന്നത് ഒരുവിധം എല്ലായിടത്തും ഇപ്പോൾ എല്ലാവർക്കും അറിയാം. നമ്മുടെ കമ്പ്യൂട്ടർ ഒരുവിധം എല്ലാ മേഖലയിലും ഉണ്ട്, എല്ലാ സെക്ടേഴ്സിലും. ഇപ്പോൾ മൊബൈലായിട്ടോ അല്ലെങ്കിൽ ആപ്പായിട്ടോ ഏതെങ്കിലും രീതിയിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ടെക് റിലേറ്റഡ് കാര്യങ്ങൾ ഇല്ലാത്ത ഒരു മേഖല ഇപ്പോൾ ഇല്ല. സോ അത് പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ് ആയാലും ഏതൊരു സെക്ടറിൽ, കോപ്പറേറ്റീവ് ആയാലും ഏത് സെക്ടറിലാണെങ്കിലും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ടെക് റിലേറ്റഡ് ജോബുകൾ എന്നും സെക്യൂർഡ് ആണ്. പിന്നെ അതിൽ ChatGPT വരുമ്പോൾ അല്ലെങ്കിൽ AI റിലേറ്റഡ് ജോബുകൾ വരുമ്പോൾ അതൊക്കെ പോവില്ലേ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷെ ഈ ChatGPT അല്ലെ AI റിലേറ്റഡ് ടെക്നോളജി ഒക്കെ വരുമ്പോൾ ആക്ച്വലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബിനെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ജോബൊക്കെ വരുന്നത് വർക്കിംഗ് ഹവേഴ്സിലാണ്. ഈ ഡെയിലി ഇത്ര ഹവേഴ്സ് വർക്ക് ചെയ്യുക, അതല്ലെങ്കിൽ വീക്കിൽ ഇത്ര ഹവേഴ്സ് വർക്ക് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ കൗണ്ട് ചെയ്യുക. സോ നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഡെയിലി ഒരു 8 ഹവേഴ്സ് വർക്ക് ആണുള്ളത് നോക്കാം. അപ്പം AI വരുമ്പോൾ നമുക്ക് 8 ഹവേഴ്സിൽ 6 ഹവേഴ്സ് കൊണ്ട് ചെയ്യുന്ന വർക്കുകൾ അതൊരു 3 ഹവേഴ്സ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. പണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട് ഓരോ കീസും ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ChatGPTനോട് ഒരു ലെറ്റർ ടൈപ്പ് ചെയ്ത് തരാൻ പറഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് തരാണ്. എന്നിട്ട് അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ 10 മിനിറ്റ് എടുത്തിട്ട് ടൈപ്പ് ചെയ്തത് ഇപ്പോൾ 2-3 സെക്കൻഡ് കൊണ്ട് നമുക്ക് തന്നിട്ട് അത് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ മാക്സിമം ഒരു 10-15 സെക്കൻഡ് ആവുന്നുള്ളൂ. പിന്നെ അത് ഐറ്ററേറ്റ് ചെയ്താൽ മാത്രം മതി. സോ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് AI റിലേറ്റഡ് ടെക്കുകളൊക്കെ ചെയ്യുന്നത്. സോ അതിപ്പോൾ പ്രൈവറ്റ് സെക്ടറിലേക്ക് വരികയാണെങ്കിലും ഗവൺമെന്റ് സെക്ടറിലേക്ക് വരികയാണെങ്കിലും എല്ലായിടത്തും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് മാറ്റാൻ പറ്റും. സോ ഈ പ്രൈവറ്റ് സെക്ടറിലേക്ക് പറയുമ്പോൾ MNCs ആയിട്ടുള്ള ഒരുപാട് ജയന്റ് കമ്പനീസ് ഉണ്ടാവും. TCS, ഇൻഫോസിസ്, അതുപോലെ IBM ഒക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കമ്പനീസ് ഉണ്ട്. പിന്നെ കുറേ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ സ്റ്റാർട്ടപ്പുകൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴിയും സ്റ്റാർട്ടപ്പ് ഇന്ത്യ വഴിയൊക്കെ വരുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഇ-കൊമേഴ്സ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഷോപ്പിഫൈ പോലത്തെ, വേർഡ്പ്രസ് പോലത്തെ ഒരുപാട് വെബ്സൈറ്റുകൾ നമ്മൾ ഫ്രീലാൻസ് ആയിട്ട് സ്വന്തമായിട്ടും ബിൽഡ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ബാങ്കിങ്, ഫൈനാൻസ് റിലേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഈ ഒരു ടെക്നോളജി തന്നെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ ഗവൺമെന്റ് റിലേറ്റഡ് നോക്കുകയാണെങ്കിൽ NICയിലാണെങ്കിലും ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആണെങ്കിലൊക്കെ ഉണ്ട്. ഇതേപോലെ തന്നെ ഇപ്പോൾ PSC റിലേറ്റഡ് ഒരുപാട് ജോബുകൾ MCA ഗ്രാജുവേറ്റ്സിനെയും അതേപോലെ BCA ഗ്രാജുവേറ്റ്സിനൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ടെക് റിലേറ്റഡ് ജോബുകൾ ഏതൊരു സെക്ടറിലും എന്നും അവൈലബിൾ ആണ്. പിന്നെ സാലറി റേഞ്ചസ് എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് വാല്യൂസ് ആണ് ഇവിടെ പറഞ്ഞത്. ഇതിൽ കഴിഞ്ഞ ദിവസം ഒരു ലിങ്ക്ഡിൻ പോസ്റ്റ് കണ്ടത് 25 lakh പെർ ആനം ഇല്ലാത്ത ഒരു ജോബും ഒരു ഡെവലപ്മെന്റ് ഫീൽഡിലോ അതല്ലെങ്കിൽ ഡിസൈൻ ഫീൽഡിലോ ഉണ്ടാവരുത് എന്നുള്ള രീതിയിലുള്ള ക്യാമ്പയിനുകളൊക്കെ വരുന്നുണ്ടെന്നാണ്
പക്ഷെ അതൊക്കെ ആയിട്ട് വരാൻ ഒരുപാട് കാലം എടുക്കും. എന്നാലും ഒരു 3 to 6 LPO ഒക്കെ നമ്മുടെ നാട്ടിൽ ഏകദേശം ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ എന്തായാലും 3 to 6 LPO ഒക്കെ സ്റ്റാർട്ടിങ് സാലറി വരുന്നുണ്ട്. പക്ഷെ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ് എന്നുള്ള കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ. എല്ലാവരും ഭയങ്കര അലേർട്ടാണ്, എല്ലാവരും ടെക് റിലേറ്റഡ് കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കോമ്പറ്റീഷനും ഉണ്ട്. നമ്മൾ ചെയ്യുന്ന വർക്കിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ അന്ന് എക്സൽ ചെയ്ത് നിൽക്കുക, മാസ്റ്ററായി നിൽക്കുക എന്നുള്ളൊരു കൺസേണും കൂടെ ഇതിലുണ്ട്. പിന്നെ ഹയർ എഡ്യൂക്കേഷൻ ആയിട്ട് പോവുകയാണെങ്കിൽ BCA കഴിഞ്ഞവർക്കാണെങ്കിൽ ഈ MCA എടുക്കാൻ പറ്റും, MTech എടുക്കാൻ പറ്റും, സയൻസിൽ മാസ്റ്റേഴ്സ് എടുക്കാൻ പറ്റും. പിന്നെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബിസിനസ് ഓറിയന്റഡ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് MBAയിലേക്ക് പോകാൻ പറ്റും. പിന്നെ അതിൽ PhD എടുക്കാം. പക്ഷെ ഭയങ്കര ടൈറ്റ് ആണ് കോമ്പറ്റീഷൻ, നല്ല കോമ്പറ്റീഷൻ ഉണ്ട് PhD എടുക്കാനാണെങ്കിൽ. പിന്നെ സർട്ടിഫിക്കേഷൻ കോഴ്സുകളാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. AWSന്റെയും അസൂറിന്റെയും ഗൂഗിളിന്റെ തന്നെ ഒരുപാട് കോഴ്സുകളുണ്ട്. പിന്നെ കോഴ്സിറ, യൂഡമി പോലത്തെ ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരുപാട് ഇപ്പോൾ ഇതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പാത്താണ് എങ്ങനെ ഇത് ബിൽഡ് ചെയ്തെടുക്കാന്നുള്ളത്. ആദ്യം തന്നെ പറഞ്ഞു, നമ്മൾ ഗ്രാജുവേഷൻ ആണെങ്കിൽ കൂടെ ഇതിൽ മറ്റുള്ള പല ഗ്രാജുവേഷൻ പോലെയല്ല, നമ്മൾ എന്താണോ പഠിക്കുന്നത് ആ പഠിക്കുന്നത് മാത്രം അല്ല നമുക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ ഉണ്ടാകും. ഇപ്പം ഒരു 3 വർഷത്തെ BCA കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള ഒരാൾ ഈ 3 വർഷം പഠിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല അയാൾ ഇന്റേൺഷിപ്പിന് ചെയ്തിട്ടുണ്ടാവുക. അയാൾ ജോബിന് കയറുമ്പോൾ ഈ 3 വർഷം പഠിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. എൻ്റലി ഡിഫറെന്റ് ഒരു പുതിയ വേറൊരു ലോകത്തേക്ക് ഇറങ്ങിയ പോലെ ഉണ്ടാവും. സോ ആ ഒരു വേൾഡ് ആദ്യം തന്നെ എക്സ്പ്ലോർ ചെയ്താൽ നമുക്ക് ഈസിലി അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ. സോ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ഒരു സെൽഫ് അസസ്മെന്റ് ആൻഡ് ഗോൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതിലാണ് താല്പര്യമുള്ളത്, ഡെവലപ്പിംഗിലാണോ, അല്ലെ ഡാറ്റ മാനേജ്മെന്റിലാണോ, സെക്യൂരിറ്റി റിലേറ്റഡ് ആണോ, അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണോ, അതല്ല ഡിസൈനിലാണോ എന്നുള്ള രീതിയിൽ നമുക്ക് ഏതാണോ താല്പര്യം എന്നുള്ളത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഇൻട്രസ്റ്റ് വൺസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രെയിംവർക്ക് ഏതാണ്, അതിനുള്ള ടെക് ഏതാണ്. ഇപ്പോൾ ബാക്ക് ആൻഡ് ഡെവലപ്പർ ആണ്, എനിക്ക് ഇതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലം സോൾവിംഗ് ആണ് ഇഷ്ടമെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ടും പോകേണ്ടതും പൈത്തണിലേക്കോ അതല്ലെങ്കിൽ ജാവയിലേക്കോ അല്ലെങ്കിൽ ബാക്ക് ആൻഡ് ഡെവലപ്പിംഗ് ആയിട്ട് Node.js ആണ്. കാരണം അവിടെ ഒരാൾ ഒരു ആക്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല. ആ ബട്ടൺ എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല, അത് എനിക്ക് സോൾവ് ചെയ്യണം എന്നുള്ള ഒരു ന്യൂമറിക്കൽ സ്കിൽ അല്ലെങ്കിൽ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള ഒരു തോട്ടുള്ളവരാണെങ്കിൽ എന്തായാലും ആ ഒരു ബാക്ക് ആൻഡ് ഡെവലപ്പിംഗിലേക്കാണ് പോകുന്നത്. അതേ സമയത്ത് ഈ വെബ്സൈറ്റ് കാണാൻ ഒരു ഭംഗിയില്ല, ഇതിനൊരു ഒരു യൂസർ ഇന്റർഫേസ് ഒക്കെ മാറ്റിയിട്ട് ഇതിനെ കാണാൻ ഒരു ഭംഗിയുള്ള രീതിയിലേക്ക് ആക്കണം, ഒരു ഡിസൈൻ കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ പറ്റണം എന്നുള്ള രീതിയിലുള്ള തോട്ടുള്ളവരാണെങ്കിൽ ഫ്രണ്ട് എൻഡ് ഡെവലപ്പിംഗിലേക്ക് പോകാം. ഫ്രണ്ട് എൻഡ് ഡെവലപ്പിംഗ് എന്ന് പറയുമ്പോൾ അതിലൊരു ഡിസൈൻ സെൻസും കൂടെ ഉണ്ടെങ്കിൽ ഫ്രണ്ട് എൻഡ് ഡെവലപ്പിംഗ് പ്രോപ്പർ ആയിട്ട് പോകുള്ളൂ. സോ അയാൾക്ക് വേണമെങ്കിൽ ആ ഒരു ഡിസൈൻ സെൻസ് ഉണ്ടെങ്കിൽ ഡിസൈനിങ്ങിലേക്ക് പോവാം, അതില്ലെങ്കിൽ ഡെവലപ്പിംഗിലേക്കും പോവാം. ഈ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോ കുറച്ചു കാലം മുന്നേ വരെ ഇപ്പൊ എമേജിംഗ് ആയിട്ട് 2-3 വർഷമായിട്ട് എമേജിംഗ് ആയിട്ടുള്ളതാണ് UI/UX ഡിസൈനിങ് ഒക്കെ. അതായത് ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ അതിന്റെ ഒരു ഡിസൈൻ ബിൽഡ് ചെയ്യും. അതായത് ആക്ച്വലി ഇത് പണ്ടൊക്കെ ചിത്രം വരച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ ഒരു PPT ആയിട്ട് പ്രസന്റ് ചെയ്തിരുന്നു. ഇപ്പം പ്രോട്ടോടൈപ്പുകളായിട്ട് ക്ലിക്കബിൾ ആയിട്ടുള്ള കുറച്ച് സ്ക്രീനുകൾ ഡിസൈൻ ചെയ്യും. ആക്ച്വലി അതിൽ ഒരു കോഡ് പോലും ചെയ്യുന്നില്ല, നമ്മൾ ആ ഇമേജസ് ഒക്കെ വെച്ചിട്ട് ഒരു സ്ക്രീൻ അതേപോലെ ബിൽഡ് ചെയ്യാണ് ചെയ്യുക. എന്നിട്ട് അത് ക്ലയന്റിന് പ്രസന്റ് ചെയ്തിട്ട് ക്ലയന്റ് അതിൽ എന്തെങ്കിലും ഐറ്ററേഷൻസ് പറഞ്ഞ് അതും കൂടെ സോൾവ് ചെയ്തിട്ട് കൺഫേം ചെയ്തതിന് ശേഷമാണ് ഡെവലപ്പേഴ്സ് ഡെവലപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ മുന്നേ ഒരു 2-3 മാസം എടുത്തിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു പേജ് വെക്കുക. ആ പേജ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിന്റെ പേജ് ആണെങ്കിൽ ഹോം പേജ് വലിയ പേജാണ്. ആ ഫ്ലിപ്കാർട്ടിന്റെ ഹോം പേജ് ഡെവലപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലയന്റിന് കാണിച്ചു കൊടുക്കുമ്പോൾ ക്ലയന്റ് വരാണ് എനിക്ക് ഇതുപോലെ ആമസോൺ പോലെയാണ് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഈ എൻ്റെ ഒരു കോഡ് നമ്മൾ റീപ്ലേസ് ചെയ്യണം. സോ അത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ എല്ലാ കമ്പനീസും എന്താ ചെയ്യാം, ഫിഗ്മോ പോലത്തെ അതല്ലെങ്കിൽ അഡോബ് XD പോലത്തെ സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആദ്യം ഈ സ്ക്രീനുകൾ ഡിസൈൻ ചെയ്യും. ഈ ഡിസൈൻ ചെയ്തിട്ട് ഡിസൈൻ വെച്ചിട്ടാണ് പിന്നെ ക്ലയന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ക്ലയന്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ഐറ്ററേഷൻസ് വേണമെങ്കിൽ ആ ഐറ്ററേഷൻസ് വരുത്തിയിട്ട് പിന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. അപ്പം ഒരുപാട് സമയം നമുക്ക് ലാഭമാണ്, ഒരുപാട് എഫേർട്ടുകൾ കുറവാണ്. സോ ഇങ്ങനത്തെ ഡിസൈനേഴ്സിന് ഒരുപാട് ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഡിസൈൻ സെൻസ് ഉള്ളവർക്ക് മാത്രമേ, അതേപോലെ ഡിസൈനും ടെക്കും കൂടെ അവിടെ മീറ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു സീറോ കോഡിങ് അല്ലെങ്കിൽ സീറോ പ്രോഗ്രാമിംഗ് ഡിസൈനുകളും ഡിസൈൻ ജോബുകളും അവൈലബിൾ ആണ്. പിന്നെ സെക്യൂരിറ്റി റിലേറ്റഡ് കാര്യങ്ങൾക്ക് താല്പര്യമുള്ള അങ്ങനെ പോവാം, ക്ലൗഡ് റിലേറ്റഡ് ആണെങ്കിൽ, നെറ്റ്വർക്കിംഗ് റിലേറ്റഡ് ആണെങ്കിൽ അങ്ങനെ പോവാം.
അപ്പോൾ അതിനുള്ള ടെക് സ്റ്റാക്ക് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ആദ്യം നമ്മൾ ഇൻട്രസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് ടെക് സ്റ്റാക്ക് നോക്കിയിട്ട് അത് കണ്ടെത്തിയിട്ട് അത് കൂടുതൽ പഠിക്കുക. ഇപ്പൊ പൈത്തൺ ആണെങ്കിൽ പൈച്ചാൻ പോലത്തെ ഫ്രെയിംവർക്ക് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ റിയാക്ട് ജെഎസ് ആണെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ വിഷ്വൽ സ്റ്റുഡിയോ പോലത്തെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്ത് പഠിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ പോകണം. എന്നിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഒരു പ്രൊജക്റ്റ് ഒക്കെ ബിൽഡ് ചെയ്യാം. എന്നിട്ട് ഗിറ്റ് ഹബ്ബ് പോലത്തെ വെബ്സൈറ്റിലേക്ക് നമ്മളെ കോഡുകൾ പുഷ് ചെയ്യാം. ഇനിയിപ്പോൾ അഥവാ ഡിസൈൻ റിലേറ്റഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡിലാണ് ചെയ്തതെങ്കിൽ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോസ് ബിൽഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് ബിഹാൻസ്, ഡ്രിബിൾ പോലത്തെ വെബ്സൈറ്റിലോ ഇൻസ്റ്റഗ്രാമിലോ ലിങ്ക്ഡിനിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഒരു പേഴ്സണൽ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് വരിക. പിന്നെ ഇത് പാരലായിട്ട് നമ്മളൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്തായാലും ബിൽഡ് ചെയ്യണം. നിങ്ങൾ ഈ ഒരു കോഴ്സ് തുടങ്ങിയ ആ സമയത്ത് തന്നെ നിങ്ങൾ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടോന്നോ, അങ്ങനെ ഓരോ സമയത്ത് ചെയ്യുന്ന പ്രൊജക്ടുകൾ അത്യാവശ്യം ഷോക്കേസ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അതൊക്കെ പോസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ഇതിനെ കൂടെ തന്നെ ഇന്റേൺഷിപ്പുകൾ ചെയ്യാൻ പറ്റും. പെയ്ഡ് ഇന്റേൺഷിപ്പും അതേപോലെ ക്യാഷ് അങ്ങോട്ട് കൊടുത്തിട്ട് ചെയ്യുന്ന ഇന്റേൺഷിപ്പും ഉണ്ട്. അതേ സമയത്ത് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്തിട്ട് ചെറിയ സ്റ്റൈപ്പൻഡ് വെച്ചിട്ട് ഇങ്ങോട്ട് കിട്ടുന്ന ഇന്റേൺഷിപ്പും ഉണ്ട്. സോ അതൊക്കെ ട്രൈ ചെയ്യാം. നമുക്ക് നമ്മുടെ കൂടുതൽ നമ്മൾ പഠിച്ചിട്ടുള്ള ടെക് സ്റ്റാക്കിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ട് ആ രീതിയിലേക്കൊക്കെ ആ വേൾഡ് എന്താ പറയാ പരിചയപ്പെട്ടിട്ട് എങ്ങനെയാണ് ഓരോ പ്രോഗ്രാമുകളും വർക്ക് ചെയ്യുന്നത്, എങ്ങനെ നമ്മളിപ്പോ ടെക്സ്റ്റിൽ വായിച്ചിട്ടുള്ള ഒരു അൽഗോരിതം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ആയിരിക്കും നമ്മൾ ഒരു കമ്പനിയിലേക്ക് ചെല്ലുമ്പോൾ ലൈവായിട്ട് നമുക്ക് ചെയ്യാനുണ്ടാവുക. സോ അതൊക്കെ എങ്ങനെയാണ് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇന്റേൺഷിപ്പിനെ കാണാം. എന്നിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യൽ നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി അതിൽ എക്സ്പേർട്ട് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊജക്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളവർക്ക് ഇന്റേൺഷിപ്പിന്റെ ആവശ്യമില്ല. ഫ്രഷർ ആയിട്ട് തന്നെ കമ്പനിയിലേക്ക് കയറാം. അപ്പം ഇന്റേൺഷിപ്പ് ആവശ്യമുള്ളവർക്ക് അത് ചെയ്യാം. പിന്നെ റെസ്യൂമും ഒക്കെ ബിൽഡ് ചെയ്തിട്ട്, റെസ്യൂം ബിൽഡ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ പോർട്ട്ഫോളിയോസ് വേണം. അതേപോലെ ലിങ്ക്ഡിന് സെറ്റ് ആക്കി വെക്കണം. പിന്നെ ഇന്റർവ്യൂക്ക് പ്രിപ്പയർ ചെയ്യുക. പിന്നെ എന്നും ഈ കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഡെയിലി നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. കാരണം ഡെയിലി ടെക്നോളജീസ് മാറാണ്. ഓരോ നമ്മളിപ്പം ഈ റിയാക്ട് ജെഎസിലാണ് നമ്മൾ മാസ്റ്റർ എങ്കിൽ ഈ റിയാക്ട് ജെഎസ് തന്നെ ഡെയിലി അപ്ഡേറ്റഡ് ആവുകയാണ്. അതിന് ഒരുപാട് മിനിമൽ ഡോട്ട് സി സി പോലത്തെ ഒരുപാട് ഫ്രെയിം വർക്കുകൾ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ പുതിയൊരു സാധനം വരുമ്പോൾ അത് പഠിക്കേണ്ടി വരും. അതിൽ എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളത് നോക്കേണ്ടി വരും. പുതിയൊരു പ്രൊജക്ട് റിക്വയർമെന്റ് വരുമ്പോൾ അതിലേക്ക് നിൽക്കേണ്ടി വരും. അപ്പോൾ ഡെയിലി അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. പിന്നെ സോഫ്റ്റ് സ്കില്ലായിട്ട് നമുക്ക് എന്തായാലും വേണ്ടതാണ് ഈ കമ്മ്യൂണിക്കേഷനും ടീം കൊളാബറേഷനും. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ടീമായിട്ട് മാത്രം നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാം. ബട്ട് ആ ടീം ബിൽഡിംഗ് എന്നുള്ളതാണ് ഒരു പ്രൊജക്ടിന്റെ സക്സസ്. എവിടെയാണോ ടീം ബിൽഡ് ചെയ്തിരിക്കുന്നത് അവിടെ പ്രൊജക്ട് ലാഗ് ആവും. സോ നമ്മൾ ഒരു ഈ ടീം എന്ന് പറയുമ്പം അവിടെ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ വിട്ടുപോയ കാര്യമാണ് ടെസ്റ്റേഴ്സ്. ഈ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നും കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ പൈത്തണിലെ മാസ്റ്റർ ആണെങ്കിൽ അതിൽ വരുന്ന ബഗ്ഗുകൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ടെസ്റ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാം. മാനുവൽ ടെസ്റ്റേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ ഓട്ടോമേറ്റഡ് ടെസ്റ്റേഴ്സും ഉണ്ട്. ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ടൂളുകളൊക്കെ യൂസ് ചെയ്തിട്ട് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ടെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോബ് റോൾ വേറെ തന്നെ ഉണ്ട് കേട്ടോ, അത് പറയാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു ടീം എന്ന് പറയുമ്പോൾ ആ ടീമിൽ ഡിസൈനേഴ്സ് ഉണ്ടാവും, ഡെവലപ്പേഴ്സ് ഉണ്ടാവും, ടെസ്റ്റേഴ്സ് ഉണ്ടാവും, ഈ മാനേജേഴ്സ് ഉണ്ടാവും. അത് തുടങ്ങിയിട്ട് ടീം ലീഡുകൾ ഉണ്ടാവും. തുടങ്ങിയിട്ട് ഒരുപാട് ടെക് സ്റ്റാക്കിൽ അല്ലെങ്കിൽ ഒരുപാട് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും കൂടെ കൂടിയിട്ടുള്ളതാണ് ഒരു ടീം. സോ ഈ ഒരു ടീമിനെ മൊത്തത്തിൽ കൊളാബറേറ്റ് ചെയ്തിട്ട് അവിടെ യൂസ് ചെയ്യുന്ന പ്രോസസ്സുകൾ ഉണ്ടാവും. നമുക്ക് ഈ ഗ്രാജുവേഷനിൽ നമ്മൾ ബി സിയിലൊക്കെ ഒരുപാട് പ്രോസസ്സുകൾ പഠിക്കാണ്ട്, അജൈൽ മോഡൽ, വാട്ടർഫാൾ മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഏതെങ്കിലും ഒരു പ്രോസസ്സിലായിരിക്കും ഓരോ ടീമും റൺ ചെയ്യുന്നുണ്ടാവുക. ആ ടീമിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുക. അതായത് നമുക്കിപ്പം ഒരു രാവിലെ 9 to 5 ആണ് വർക്കിംഗ് ടൈം എങ്കിൽ നമ്മൾ ആ സമയത്ത് വർക്ക് ചെയ്യുക. അതല്ലാതെ നമുക്ക് തോന്നുന്ന സമയത്ത് രാത്രി ഇന്ന് വർക്ക് ചെയ്താൽ ബാക്കിയുള്ള ടീമിലുള്ള മെമ്പേഴ്സിനെ അഫക്ട് ചെയ്യും. അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഒരു ടീമിലേക്കും കൂടെ സിങ്ക് ആവുക എന്നുള്ളതും കൂടെ നമ്മുടെ ഈ ഒരു സോഫ്റ്റ് സ്കില്ലായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മളെ ടീമായിട്ടും എക്സ്റ്റേണൽ ടീം മെമ്പേഴ്സായിട്ടും ഇതേപോലെ തന്നെ ക്ലയൻസ് ആയിട്ടൊക്കെ നമ്മൾ ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും, മീറ്റിംഗിൽ ഇരിക്കേണ്ടി വരും. സോ അങ്ങനെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ മീറ്റിംഗിൽ ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ക്ലയൻസുമായിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ, ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകളൊക്കെ വേണ്ടി വരും. പിന്നെ ഗ്രോത്ത് മൈൻഡ് സെറ്റും ടൈം മാനേജ്മെന്റ് ഒക്കെ എല്ലാവർക്കും, ഏതൊരു ജോബിലുള്ള ആൾക്കും എന്തായാലും ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. സോ അത്രയ്ക്കാണ് നമ്മുടെ ഈ ഒരു ബി സി അല്ലെങ്കിൽ എം സി അല്ലെ IT റിലേറ്റഡ് കാര്യങ്ങൾ ഒരു ആസ് എ ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. സോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര ഓടിച്ചിട്ട് പറഞ്ഞതാണെങ്കിലും ഒരുവിധം എന്താണ് എന്ന ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വാട്ട് എവർ ഈ IT ജോബ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഭയങ്കര കോമ്പറ്റീഷൻ ആണ്, കോമ്പറ്റേറ്റീവ് ആയിട്ടാണ്. അപ്പോൾ
നമ്മൾ എന്ത് ചെയ്യും ഇപ്പൊ ഐ ടി എന്ന് മാത്രമല്ല, നമ്മളിപ്പം ഏതൊരു കോഴ്സ് എടുക്കുകയാണെങ്കിലും നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിലും അതിനൊക്കെ കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പൊ ഒരു വ്ളോഗ് തുടങ്ങുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാലോ, അതിൻ്റെതായിട്ടുള്ള കോമ്പറ്റീഷൻ അവിടെയുണ്ട്. സോ എന്ത് ചെറിയ കാര്യമാണെങ്കിലും എന്ത് വലിയ കാര്യമാണെങ്കിലും എല്ലാം കോമ്പറ്റീറ്റീവ് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നോ അതിൽ അപ്സ്കിൽ ചെയ്യുക, അതിൽ മാസ്റ്റർ ആവുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മളൊരു ഗ്രാജുവേഷൻ എടുത്തതുകൊണ്ടോ MCA കഴിഞ്ഞതുകൊണ്ടോ PhD കഴിഞ്ഞതുകൊണ്ടോ ഒന്നും ആവാൻ പോകുന്നില്ല. നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന നോളജ് അത് ഏത് രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളിടത്താണ് കാര്യം. ഇപ്പോ എന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ MCA കഴിഞ്ഞിട്ടുള്ളതാണെങ്കിലും MCA കഴിഞ്ഞ ആരും അങ്ങനെ ഡിസൈനിലേക്ക് പോകാറില്ല. എനിക്ക് ഈ ഒരു കോഡിംഗ് ഫീൽഡിൽ അത്ര അപ്സ്കിൽ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ലൊന്നും ഇല്ല എന്ന് ഞാനൊരു മൊമെന്റിൽ ഐഡന്റിഫൈ ചെയ്തപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ഈ ടെക്കിൽ തന്നെ IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. IT ഡിപ്പാർട്ട്മെന്റിൽ തന്നെ IT കമ്പനിയിൽ തന്നെ ഒരു ഡിസൈൻ ഫീൽഡിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് പഠിച്ചിട്ടുള്ള MCAയിലും BSc കമ്പ്യൂട്ടർ സയൻസിലും പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. കാരണം ഈ ഡിസൈൻ ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഡിസൈൻ ചെയ്യാനുള്ളത് സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് സോഫ്റ്റ്വെയർ ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നു, ഏതൊക്കെ രീതിയിലാണ് ഇതിന്റെ മാനിപ്പുലേഷൻ ഉണ്ടാവുക, ഏത് രീതിയിൽ മാനേജ്മെന്റ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുന്നതുകൊണ്ട് എന്റെ വർക്ക് എനിക്ക് സിമ്പിൾ ആണ്. സോ നമ്മൾ ഏതൊരു ഫീൽഡ് ചൂസ് ചെയ്യുകയാണെങ്കിലും അതിൽ നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളിടത്താണ് കാര്യം. ഇപ്പോ ഞാൻ കോമൺ ആയിട്ട് നമ്മളൊക്കെ യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഭയങ്കര ടെറബോക്സിനെ പറ്റി അറിയില്ല. ഭയങ്കര ഇപ്പോ ഗൂഗിൾ ഡ്രൈവ് യൂസ് ചെയ്ത് എല്ലാവർക്കും അറിയാം, തീരെ ലോഡിംഗ് സ്പീഡ് ഇല്ല. നമ്മൾ സാധാരണ മൊബൈൽ ആപ്പിൽ യൂസ് ചെയ്യണ സാധാ മൊബൈലിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവില്ല, അത്ര സ്മൂത്ത് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതേ സമയത്ത് ഇപ്പൊ ഡ്രോപ്പ് ബോക്സ് ആണെങ്കിൽ കുറച്ചൊന്ന് ലാഗ് ഉണ്ടാവും, അത് ലോഡ് ചെയ്തെടുക്കാൻ ടൈം ഉണ്ടാവും, കാരണം അത്രയും ഡാറ്റ വേണം. അവിടെയാണ് ഇതിന്റെ ഗെയിം എടുക്കുന്നത്. നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഫയൽസ് നമുക്ക് എത്രത്തോളം ഈസിലി ആക്സസിബിൾ ആണ് എന്നുള്ളിടത്താണ് കാര്യം. റോബോക്സ് എത്രത്തോളം ഫീസിബിൾ ആണെന്ന് അറിയില്ല. ഹലോ ക്ലിയർ? ഹലോ, ചോദിച്ചോളൂ. കേൾക്കുന്നുണ്ട്. അല്ല, MCA കഴിഞ്ഞാലില്ലേ പിന്നെ ടീച്ചിങ് ഫീൽഡ് എന്തൊക്കെയാണ്? MCA ശേഷം PhD ഉണ്ടോ? അതിനെ പറ്റി ഒന്ന് പറഞ്ഞുതരുമോ? PhD MCA കഴിഞ്ഞിട്ടാണെങ്കിൽ പറഞ്ഞുതരാം. MCA കഴിഞ്ഞാൽ നമുക്ക് സെറ്റിന്റെ ആവശ്യമില്ല, അതായത് +2 വരെ പഠിപ്പിക്കാൻ പറ്റും. പിന്നെ BCA കഴിഞ്ഞിട്ടാണെങ്കിൽ കേട്ടറ്റോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. MCA കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് +2 വരെ സെറ്റിന്റെ ആവശ്യമില്ല. പിന്നെ നെറ്റ് എഴുതിയാൽ അസിസ്റ്റന്റ് പ്രൊഫസറും ആവാൻ പറ്റും. പിന്നെ ടീച്ചിങ് ഫീൽഡിൽ ഇപ്പം പൊതുവെ അതിപ്പോ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ആയിരിക്കും വേണ്ടി വരിക. ഇപ്പൊ അതല്ലെങ്കിൽ MCA കഴിയുന്നതോടുകൂടി ഏതൊരു ഓൺലൈൻ കോഴ്സിലും അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലും വർക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഹൈലൈറ്റിംഗ് പോയിന്റ് ഇതാണ്, സെറ്റ് വേണ്ട, +2 വരെ പഠിപ്പിക്കാൻ പറ്റും MCA കഴിഞ്ഞാൽ. ബാക്കിയുള്ള പല PG കോഴ്സിനും എനിക്ക് തോന്നുന്നത് സെറ്റ് ആവശ്യമുണ്ടെന്നാണ്, +2. ഈ സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ ഈ മാത്തമാറ്റിക്സിന് എത്രത്തോളം കണക്ഷൻ ഉണ്ട്? അതല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഒരു അഡ്വാൻസ് ഫീൽഡിലോട്ട് പോകണോ അതോ വേണ്ടേന്നുള്ളത്? മാത്തമാറ്റിക്സ് ഈ സൈബർ സെക്യൂരിറ്റി മാത്രമല്ല, നമ്മുടെ എല്ലാ IT റിലേറ്റഡ് എല്ലാത്തിന്റെയും ബേസിക്സ് ആയിട്ട് വരുന്നത് ജിയോമെട്രീസും അതേപോലെ മാത്തമാറ്റിക്സും ആണ്. ഈ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എന്ന് പറയുമ്പോൾ +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്ക് അറിയാൻ പറ്റും, അവിടെ അൽഗോരിതംസ് കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നത് മാത്സ് ആണ്. നമ്മൾ ബേസിക് ആയിട്ട് പറയുന്ന 1+1 അല്ലെങ്കിൽ 1+2 അല്ലെങ്കിൽ X+Y കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ബേസിക്സ് മൊത്തം പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ബേസിക് ലെവലിലുള്ള മാത്തമാറ്റിക്സ് എന്തായാലും ഉണ്ട്. പിന്നെ നെറ്റ്വർക്കിംഗ് ആണ് കൂടുതലും ക്ലൗഡിലൊക്കെ വരുന്നത്, അതല്ലാതെ അഡ്വാൻസ് ലെവൽ മാത്തമാറ്റിക്സ് ഒന്നും വരുന്നില്ല. ഞാൻ ഈ അവോധയിൽ എത്തിക്കൽ ഹാക്കിങ്ങിന്റെ 6 മന്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ അവിടെ എനിക്കൊരു മാത്തമാറ്റിക്സിന്റെ ഒരു ഇത് വന്നില്ല. എന്റെ ഒരു ഐഡിയോളജി വെച്ചിട്ട് ഞാൻ അതെല്ലാം ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, അത് പാസ് ഔട്ട് ആയിട്ടുണ്ട്. പക്ഷെ ഇനി ഒരു പോസിബിലിറ്റി, അതായത് ഒരു ഹയർ ജോബ് ചെയ്യുമോ എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു മാത്തമാറ്റിക്സിന്റെ ഒരു ഇത് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരുമോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇല്ല, ഇതിലൊക്കെ വരുന്നത് ബേസിക് മാത്തമാറ്റിക്സ് മാത്രമേ വരുന്നുള്ളൂ, അഡ്വാൻസ് ലെവലിൽ ഒന്നും വരുന്നില്ല. പിന്നെ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ മാത്സ് താല്പര്യമില്ലാത്ത ഒരാളായതുകൊണ്ട് നമുക്ക് ഈ കമ്പ്യൂട്ടർ ഫീൽഡിലോ അതല്ലെങ്കിൽ ക്ലൗഡ് റിലേറ്റഡോ നെറ്റ്വർക്കിംഗ് ഫീൽഡിലോ എക്സൽ ചെയ്യാൻ പറ്റാതിരിക്കില്ല. കാരണം അവിടെ എന്ത് വന്നാലും ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരുപാട് വരുന്നുണ്ടാവും, പക്ഷെ അവിടെ വരുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് അപ്പോഴേക്കും നമ്മൾ അതിനെ മാനേജ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി എത്തിയിട്ടുണ്ടാവും. നമുക്ക് അത് താല്പര്യമില്ല എന്ന് ഇപ്പോ ക്ലൗഡിലാണോ വേറെ ഏതോ ഒരു ലെവലിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു അഡ്വാൻസ് ലെവൽ വരുന്നുണ്ട്. പക്ഷെ അവിടെ നമുക്ക് ആ ഒരു അഡ്വാൻസ് ലെവൽ ഇല്ലെങ്കിലും അതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അതൊരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് നമുക്ക് എവിടെയും
ഓക്കെ. അപ്പം ഇത്രയും നേരം നമ്മളോട് നമ്മളുടെ BC അല്ലെങ്കിൽ MCA കോഴ്സിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതോടൊപ്പം ഇപ്പൊ തൊട്ട് നമ്മൾ കോഴ്സ് ചെയ്യുന്നതിനോടൊപ്പം നമ്മളുടെ സ്കിൽസ് മാക്സിമം ഡെവലപ്പ് ചെയ്യുക. അതോടൊപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ആ ഒരു ഏത് മേഖലയാണ് നമ്മളുടെ ഇൻട്രസ്റ്റ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അതിനനുസരിച്ച് നമ്മുടെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യുക. സാർ ഇപ്പൊ പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ മൈൻഡിൽ വെച്ചിട്ട് തന്നെ ഇനിയുള്ള പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പം വൺസ് അഗെയിൻ സാറിന് വലിയൊരു താങ്ക്സ്. ഇത്ര നേരം നമ്മുടെ ലേണേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തത് ഈ കാര്യങ്ങൾ, ഡൗട്ട്സും ഒക്കെ ക്ലാരിഫൈ ചെയ്ത് തന്നു സർ. താങ്ക് യു സർ. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് താങ്ക് യു. നമ്മളുടെ അടുത്ത സെഷൻ എന്ന് പറയുന്നത് വെൽബീയിങ് ആൻഡ് ബാലൻസ്, മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസ് ആണ് നമ്മുടെ 9th സെഷനായിട്ട് വരിക. ഓക്കെ. അപ്പം ആ സെഷനിൽ മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പം ഇന്നത്തെ നമ്മുടെ ആക്ഷൻ ടാസ്ക് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഇന്നത്തെ നമ്മളുടെ സെഷനെ ബേസ് ചെയ്തിട്ടുള്ള ആക്ഷൻ ടാസ്ക് തന്നെയാണ് ഇന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം ഇന്നത്തെ സെഷനിൽ സാർ നമുക്ക് പല ഫീൽഡുകളെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പം അതിൽ നമ്മളിപ്പം പല പല ഫീൽഡുകളെ പറ്റി ഡിസ്കസ് ചെയ്തു. അതിൽ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഫൈൻഡ് ചെയ്യുക. ഓക്കെ. ടേക്ക് എനി വൺ ഒക്കേഷൻ ഓർ എ ഫീൽഡ് ദാറ്റ് വി ടോക്ഡ് അബൌട്ട് ഇൻ ദ സെഷൻ ആൻഡ് ദെൻ എക്സ്പ്ലോർ ഇൻ ദാറ്റ് ഏരിയ. എന്നിട്ട് നമ്മളുടെ ആ ഒരു ഫൈൻഡിങ്സ്, അതായത് നമ്മൾ ആ ഒരു ഫീൽഡിനെ പറ്റിയിട്ട് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുക. അതിനുശേഷം അല്ലെങ്കിൽ നമ്മൾ അതുപോലെ ഇന്റർനെറ്റിൽ നമുക്ക് ആ ഒരു ഏരിയയെ പറ്റി സെർച്ച് ചെയ്യാം. അതോടൊപ്പം തന്നെ ആ ഒരു ഫീൽഡിൽ ഇപ്പം സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലാണെങ്കിൽ ആ ഒരു ഫീൽഡിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്നവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക. ഓക്കെ. അപ്പം അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഇൻസൈറ്റ്സ് കിട്ടും, കുറച്ച് ഡൗട്ട്സ് ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ഏരിയ ഫൈൻഡ് ചെയ്യുക, അതിനെ പറ്റിയിട്ട് നമ്മൾ ബ്രൗസ് ചെയ്യുക. ദെൻ നമ്മൾ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ അവരുമായിട്ടും ഡിസ്കസ് ചെയ്യുക. ദെൻ ഫൈനലി നമ്മുടെ ഇൻസൈറ്റ്സ് ഫൈൻഡിങ്സ് എല്ലാം കൂടി നോട്ട് ചെയ്യുക. ഡൗട്ട്സ്, അതിൽ നമുക്ക് നേരിടുന്ന ഡൗട്ട്സ് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ. അതൊന്ന് പ്രിപ്പയർ ചെയ്യുക. ഇതാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക്. അപ്പം ഇത് ചെയ്തിട്ട് മെന്റേഴ്സിന് അയച്ചു കൊടുക്കുക. ഇതാണ് ഇന്നത്തെ ടാസ്ക്. എല്ലാവരും ഇത് കറക്റ്റായിട്ട് ചെയ്യുക. ഓക്കെ. ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സെഷനിൽ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ. വൺസ് അഗെയിൻ താങ്ക് യു ഓൾ. See you in the next session. Okay. Thank you all.